എന്തായിരിക്കും അഡ്മിനിസ്ട്രേഷൻ? 5 ചോദ്യം ഉറപ്പായി ഇവിടെ നിന്ന് കിട്ടും, 5 ക്വസ്റ്റ്യൻ ഉറപ്പായി ഇവിടെ നിന്ന് കിട്ടും, ഒരു മാറ്റമില്ല. എന്താ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മാനേജ്മെന്റ് എന്താ വ്യത്യാസം പറയണം. എന്താ മാനേജ്മെന്റ്, എന്താ അഡ്മിനിസ്ട്രേഷൻ? ഇത് ഡെഫിനിഷൻ കുറച്ച് നാളായിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇത് ഡെഫിനിഷൻ കുറച്ച് നാളായിട്ട് എക്സാം ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും? ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഈ പറഞ്ഞ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു എന്താണ് ഈ പറഞ്ഞു ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു തരാം. അത് പറയാം. ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഈ പറഞ്ഞ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇത് ഡെഫിനിഷൻ പറഞ്ഞാടെ. ആരായിരിക്കും? ലൂതർ ഗുലിയാക്കാണോ? ആദ്യമായിട്ടല്ല പറഞ്ഞു. ആദ്യമായിട്ട് ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഇത് ഡെഫിനിഷൻ ഫസ്റ്റ് പറഞ്ഞാരാ? ആരാണ്? ലൂതർ ഗുലിയാക്കാണോ? ഇത് പ്രീവിയസ് ചോദ്യമാണ്. അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ പറഞ്ഞാരാ? ഇത് ലൂതർ ഗുലിയാക്കാണോ? ആണോ? അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഒരു പേരെന്താ? ഇത് ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്നാണോ? അദ്ദേഹത്തിന് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് മാനേജ്മെന്റ് പറയാറില്ലേ? ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ ഒരു കാര്യം ഒരാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ട് കാര്യമല്ലേ? ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നല്ലേ? ഇല്ലേ? ഇപ്പൊ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഒരാൾക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ആണോ മാനേജ്മെന്റ് ആണോ? തെറ്റിക്കാതെ പറയാം. നമ്മൾ കുറെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് ഒരു കാര്യം എന്താ ചെയ്യിപ്പിന് പറയുന്നപ്പോ എന്താ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന അഡ്മിനിസ്ട്രേഷനിലെ അപ്പൊ എന്താ മാനേജ്മെന്റ്? എന്താ ആ കാര്യം ചെയ്യുന്ന പ്രോസസ് വിളിക്കാം. ആ കാര്യം ചെയ്യുന്ന പ്രോസസ് ആണോ മാനേജ്മെന്റ്? ആണോ? അത് ചെയ്യുന്ന മാനേജ്മെന്റ് അല്ലേ? അപ്പൊ പറഞ്ഞു ഒരു കാര്യം അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്താ? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഒരു കാര്യം അത് ചെയ്യിപ്പിച്ചെടുക്കുന്ന എന്താ? അഡ്മിനിസ്ട്രേഷനും അത് ചെയ്യുക എന്നത് എന്താ? മാനേജ്മെന്റ് അല്ലേ? അത് ചെയ്യുന്നത് എന്താ? മാനേജ്മെന്റ്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ പറഞ്ഞു ഒരു കാര്യം എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുക എന്താ? അഡ്മിനിസ്ട്രേഷൻ. ശരിയല്ലേ? ഞാൻ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്ത അഡ്മിനിസ്ട്രേഷനും അത് ചെയ്യുക എന്താ? മാനേജ്മെന്റ്. വ്യത്യാസം മനസ്സിലായോ? ഏറ്റവും ഫസ്റ്റ് കാര്യം ആദ്യമായിട്ട് ആരാണ് ഇതിന്റെ ഒരു ഇത് പറഞ്ഞത്? ഇത് ഡെഫിനിഷൻ പറഞ്ഞാരാ? ഇറ്റ് ഈസ് ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ഇത് ലൂതർ ഗുലിയ. ക്ലിയർ? ഫസ്റ്റ് കിട്ടിയ ഇവിടെ 2 ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്ന് ഈ ഫാദറിന്റെ പേരും ചോദിക്കും, 2 ഈ മാനേജ്മെന്റ് എന്താ, അഡ്മിനിസ്ട്രേഷൻ എന്തെന്നും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം, ടോട്ടൽ എത്ര ലെവൽ ഉണ്ട്? ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ ടോട്ടൽ എത്ര ലെവൽ ഉണ്ട്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ എത്ര ലെവൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്? നോക്കാം, ഓരോന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് വൺ ഈസ് ദ ടോപ്പ് ലെവൽ മാനേജർ. അത് എത്ര ഉണ്ട്? ഫസ്റ്റ് വൺ ഈസ് ദ ടോപ്പ് ലെവൽ മാനേജർ. എന്താണ് ദ ടോപ്പ് ലെവൽ മാനേജർ? എന്താണ് ദ ടോപ്പ് ലെവൽ? എന്താണ്? എന്തായിരിക്കും ഇവിടെ ഏറ്റവും അതോറിറ്റി ഉള്ളത് എപ്പോഴും അല്ലേ? ഒരു ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അതോറിറ്റി ഇല്ലേ? പറഞ്ഞ ഒരു ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അവിടെ അതോറിറ്റി ഇല്ലേ? അല്ലേ? ഇല്ലേ? അല്ലേ? ഏറ്റവും ടോപ്പ് ലെവലായിട്ട് ഹയർ ലെവൽ അല്ലേ? ഹയർ അതോറിറ്റി അല്ലേ വരുന്നത്? അല്ലേ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയർ അതോറിറ്റി ഒരു സ്റ്റാഫ് നേഴ്സ് സംബന്ധിച്ചിടത്തോളം ഇത് ഹയർ അതോറിറ്റി ആരാ? നേഴ്സ് സൂപ്രണ്ടല്ലേ? ഇത് നേഴ്സ് സൂപ്രണ്ടല്ലേ? ഒരു സ്റ്റാഫ് നേഴ്സ് സംബന്ധിച്ചിടത്തോളം എന്താണ് ഹയർ അതോറിറ്റി ആരാ? നേഴ്സ് സൂപ്രണ്ടാണ്. ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പണ്ട് കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹയർ അതോറിറ്റി ആരാ? പ്രിൻസിപ്പളല്ലേ? കോളേജ് പ്രിൻസിപ്പളല്ലേ? അപ്പൊ ഇതൊക്കെ അല്ലേ ഇത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്? മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അല്ലേ ഇത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറയുന്നത്? ക്ലിയർ ആയോ? ഇത് ടോപ്പ് ലെവൽ കിട്ടിയല്ലോ. സെക്കൻഡ് ഏതാ? ഇത് മിഡിൽ ലെവൽ. ഇത് മിഡിൽ ലെവൽ മാനേജ്. പഠിക്കാൻ എളുപ്പമാണ്, 4-5 മാർക്ക് ഉറപ്പായും കിട്ടും. സെക്കൻഡ് വരുന്ന കാര്യമാണ് ഇത് മിഡിൽ ലെവൽ എന്തായിരിക്കും? സിമ്പിൾ കാര്യം. ആ ടോപ്പ് ലെവൽ പറഞ്ഞ കാര്യങ്ങൾ
അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്. നേരത്തെ പറഞ്ഞ ഇത് ടോപ്പ് ലെവൽ ഉള്ള ആൾക്കാർ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യിപ്പിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ആണോ ആ ഫങ്ഷൻസ് എല്ലാം പതിയെ പതിയെ ഇരുന്ന് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാ ഇത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും? ഇത് ഹെഡ് നേഴ്സ് ആയിരിക്കത്തില്ലേ? ഇത് ഹെഡ് നേഴ്സ് ഉണ്ട്, ഇത് വാർഡ് നേഴ്സ് ഉണ്ട്, ആ ഇൻചാർജ് ഇല്ലേ അല്ലേ? ഇത് ഹെഡ് നേഴ്സ് ഉണ്ട്, എന്താണ് ഈ പറഞ്ഞ എന്താ വേറെ ഉണ്ട്? ഹെഡ് നേഴ്സ് ഉണ്ട്, വാർഡ് ഇൻചാർജ് ഉണ്ടായിരിക്കും അല്ലേ? ആ കോളേജിലാണെങ്കിലോ HOD ഇല്ലേ അല്ലേ? ഈ പറഞ്ഞ ഇത് പ്രിൻസിപ്പൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് HOD നമുക്ക് ചെയ്യിപ്പിക്കല്ലേ അല്ലേ? ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉള്ള ആൾക്കാരല്ലേ ഇത് ടോപ്പ് ലെവൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചെടുക്കുന്നത്, അത് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്, അത് സാധാരണ നിങ്ങളിലോട്ട് എത്തിക്കാവുന്നവരല്ലേ അല്ലേ? ശരിയല്ലേ? അല്ലേടെ? ഇത് മിഡിൽ ലെവലിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇത് ടോപ്പ് ലെവൽ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ താഴോട്ടേക്ക് എന്താണ് എത്തിക്കുന്നത് ഇവരാണ് അല്ലേ? ക്ലിയർ ക്ലിയർ. എക്സാമ്പിൾ പറഞ്ഞു തരണമെങ്കിൽ ഈ പറഞ്ഞ ഇത് നഴ്സ് സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ എട്ടല്ലേ ഒന്ന് പറയണം, സ്റ്റാഫ് നഴ്സിനെ എത്തിക്കുന്നത് ആ വാർഡിലെ ഇൻചാർജ് അല്ലേ പറഞ്ഞു തരുന്നല്ലേ? ആ വാർഡിലെ ഇൻചാർജ് നിങ്ങളുടെ പറയുന്നത്, ആ വാർഡിലെ ഇൻചാർജ് നടത്തുന്ന പറയുന്നത് യെസ് ആണ്, അതും കിട്ടിയല്ലോ. അപ്പൊ இந்த ടോപ്പ് ലെവൽ മാനേജ്മെന്റുമായി ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് അടുത്ത ലെവൽ ആരാ? അടുത്ത ലെവൽ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ സൂപ്പർവൈസറി മാനേജ്മെന്റ്. അടുത്ത ലെവലാണ് എന്താണ്? ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ സൂപ്പർവൈസിംഗ് മാനേജ്മെന്റ്. ഇതാണ് ആക്ച്വലി ഏറ്റവും ലോവർ ലെവൽ അല്ലെ? ഏറ്റവും ലോവസ്റ്റ് ലെവൽ മാനേജ് ലോവസ്റ്റ് ലെവലിലുള്ളത് ഇവരല്ലേ? ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ സൂപ്പർവൈസിംഗ് എന്ന് പറയും എന്തായിരിക്കും? എന്തായിരിക്കും? ആ പണിയെടുക്കുന്നവരല്ലേ അല്ലേ? അല്ലേടെ? ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവരല്ലേ ചെയ്യുന്നത് അല്ലേ? ആ പറയുന്ന കാര്യം ഇവർ ചെയ്യുന്നത്. യെസ്, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്താണ് ഇതെല്ലാം ഈ പറഞ്ഞ നിങ്ങൾ ചെയ്യുന്ന ജോലിയല്ലേ ചെയ്യുന്നത്. ഇത് ഹെഡ് നേഴ്സ് വരുമോടെ? ഇത് ഹെഡ് നേഴ്സ് വരുമോ? ഫസ്റ്റ് ലെവൽ വരില്ലല്ലോ, ഇത് മിഡിൽ ലെവലിൽ വരത്തുള്ളൂ അല്ലേ? ഹെഡ് നേഴ്സ് എവിടെ വരും? ഹെഡ് നേഴ്സ് എവിടെ വരും? പ്രീവിയസ് ചോദ്യം. ഹെഡ് നേഴ്സ് എവിടെയാ? മിഡിൽ ലെവല്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ആരാ? നിങ്ങൾ പോലെ സ്റ്റാഫ് നേഴ്സ് അല്ലേ? നഴ്സിംഗ് ഓഫീസിൽ വരാറില്ലേ? இந்த നഴ്സിംഗ് ഹൗസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്റ്റാഫ് നേഴ്സ് ഇത് ഗ്രേഡ് 2 ആണോ ഫസ്റ്റ് ആണോ? ഗ്രേഡ് 2 ആണോ ഫസ്റ്റ് ആണോ? ഇത് 2 അല്ലേ? 2 അല്ലേ? ആ ഇത് കോളേജിലാണെങ്കിൽ ആരാ? ഇത് കോളേജിലാണ് ആരാ? ഇത് ട്യൂട്ടേഴ്സ് ഒക്കെ അല്ലേ? ഇത് കോളേജ് ലെവൽ ആരാ? ഇത് ട്യൂട്ടേഴ്സ് അല്ലേ? ഇത് ഫസ്റ്റ് ലെവൽ കൈകാര്യം ചെയ്യുന്നത് കോളേജിൽ ആരാ? ഇത് ട്യൂട്ടേഴ്സ് അല്ലേ അല്ലേ? ഇത് ട്യൂട്ടേഴ്സിൽ എപ്പോഴും ഫസ്റ്റ് ലെവൽ മാനേജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇതെല്ലാം ചോദിക്കണം. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു ഇത് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെന്താ നിങ്ങൾ പിന്നീട് നോക്കേണ്ട ആവശ്യം വരില്ല. അടുത്ത ചോദ്യം പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അടുത്ത ഹെഡിങ് ഇടുക. അടുത്ത ചോദ്യം വരുന്ന ഭാഗമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്. എത്ര പ്രിൻസിപ്പിൾ ഉണ്ട് മാനേജ്മെന്റ്? എത്ര പ്രിൻസിപ്പിൾ ഉണ്ട്? മൊത്തം 14 പ്രിൻസിപ്പിളില്ലേ? മാനേജ്മെന്റ് പ്രധാനമായിട്ട് 14 പ്രിൻസിപ്പിളില്ലേ? മാനേജ്മെന്റ് പ്രധാന 14 പ്രിൻസിപ്പിൾ ഉണ്ട്. അത് പറഞ്ഞു തരാം. ചോദ്യം വരുന്ന ഭാഗമാണ്. ഈ പറഞ്ഞ 14 പ്രിൻസിപ്പിൾ ആരാ പറഞ്ഞത്? ആരാ കൊണ്ടുവന്നത്? ഹെൻറി ഫയോ. ഈ പറഞ്ഞ 14 പ്രിൻസിപ്പിൾ ആരാ കൊണ്ടുവന്നത്? ഹെൻറി ഫയോ അല്ലേ? അതുകൊണ്ടതിന് ഇവിടെ വീണ്ടും ചോദ്യമുണ്ട്. അത് ഈ 14 പ്രിൻസിപ്പിൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഹെൻറി ഫയോട് നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ട്. ഫാദർ ഓഫ് ദ മോഡേൺ മാനേജ്മെന്റ് ആണോ? ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആണോ? ഹെൻറി ഫയോട് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയാറുണ്ട് അല്ലേ? ഹെൻറി ഫോ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ് പറയാറുണ്ട്. ആൻഡ് ലൂതർ ഗുലിയക്ക് എന്താ ഫാദർ ഓഫ് മാനേജ്മെന്റ്. ഈ രണ്ട് കാര്യവും എപ്പോഴും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാം ഒരിക്കലും മിസ്റ്റേക്ക് പറ്റി പോകാറുണ്ട്. തെറ്റിക്കാതെ പറഞ്ഞു ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ഫാദർ ഓഫ് മാനേജ്മെന്റ് എപ്പോഴും ലൂതർ ഗുലിയാക്കല്ലേ? ഫാദർ ഓഫ് മാനേജ്മെന്റ് എപ്പോഴും ലൂതർ ഗുലിയാക്കും. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരാ? ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരാ? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ഇതാണ് എന്താ മോഡേൺ മാനേജ്മെന്റ് ഫാദർ ആണ്. ഇനി ഏറ്റവും നോർമൽ ദ ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ലൂതർ ഗുലിയക്ക് അല്ലേ? ക്ലിയർ?
അതിന്റെ 14 പ്രിൻസിപ്പിൾ കൊണ്ടുവന്നാരാ? 14 പ്രിൻസിപ്പിൾ കൊണ്ടുവന്നാരാ? ആരാ? ചോദ്യം വരും, അതിൽ ചോദ്യം ആരാ? ഹെൻറി ഫയോർഡ്. ക്ലിയർ? 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 ക്ലിയർ എവിടെ? ക്ലിയർ എവിടെ? യെസ്. സോ നോക്കാം, ഈ പറഞ്ഞ 14 പ്രിൻസിപ്പിൾ നമുക്ക് ജസ്റ്റ് ഓടിച്ചു നോക്കാം. കാരണം ഇത് കഴിഞ്ഞ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമിന് 14 പ്രിൻസിപ്പിൾ എന്നൊരു ചോദ്യം കണ്ടുകാണെങ്കിലും ഈ 14 പ്രിൻസിപ്പിളിനകത്ത് നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പഠിച്ചിരിക്കണം, ജസ്റ്റ് അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ആ പേര് മാത്രം അറിഞ്ഞാൽ മതി, പേര് മാത്രം അറിയുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ഇന്ന് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലേ? ഫസ്റ്റ് ഡിവിഷൻ അല്ലേ? ഇന്ന് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഡിവിഷൻ ഓഫ് വർക്ക് അല്ല, ശരിയല്ലേ? എന്താ ഇത് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഡിവിഷൻ ഓഫ് വർക്ക് എന്താ? ഇത് ഡിവിഷൻ ഓഫ് വർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ എന്താണ് ഒരു വർക്ക് അത് ഡിവൈഡ് ചെയ്ത് അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കൊടുക്കുന്നതാണോ? ഒരു വർക്കിനെ എന്താണ് അത് ഡിവൈഡ് ചെയ്തിട്ട് അവരവർക്ക് എല്ലാവർക്കും ഇത് വർക്കിനെ ഡിവൈഡ് കൊടുക്കുന്ന ആളാണോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ? ആണോ? പറഞ്ഞു. ഒരു വർക്കിനെ ആർക്ക് കൊടുക്കണം? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പലർക്കും പല ഒരു വർക്കിനെ ഡിവൈഡ് ചെയ്ത് തരുന്നല്ലേ ഡിവിഷൻ ഓഫ് വർക്ക്, അതല്ലേ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഒരു വർക്കിനെ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, എന്താണ്? അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് വർക്കാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് ഏതായിരിക്കും? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഏതാ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്തായിരിക്കും? ആ വർക്ക് കൊടുത്തു കഴിഞ്ഞ ഇഷ്ടമില്ലേ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ വർക്ക് കൊടുത്തു കഴിഞ്ഞു. സെക്കൻഡ് പ്രിൻസിപ്പിൾ ആകുമ്പോൾ ഇത് അതോറിറ്റി റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ ആ കൊടുത്ത വർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് വേണ്ടേ? ആ കൊടുത്ത വർക്ക് അവരെ കൊണ്ട് എന്താ ആ ചെയ്യിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇവിടെ വേണ്ടേ? ആ കൊടുത്ത വർക്കിൽ ഫസ്റ്റിൽ ഈ പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞ എല്ലാ വർക്കും വർക്കായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ആ കൊടുത്ത വർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവും റെസ്പോൺസിബിലിറ്റിയും വേണ്ടേ? സെക്കൻഡ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? സെക്കൻഡ് പ്രിൻസിപ്പിളും ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? സെക്കൻഡ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ആൻഡ് തേർഡ് ഏതാ? ഇത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ വേണം, അത് മാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് ഫോർത്ത് എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ്. ഫോർത്ത് ഏത്? കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടോ? ഫോർത്ത് പ്രിൻസിപ്പിൾ ആയിട്ട് യൂണിറ്റി ഓഫ് കമാൻഡ് വേണ്ടേ? അല്ലേ? ഇല്ലേടെ? വേണ്ടേ? ആര് തരും ഇത്? യൂണിറ്റ് ഓഫ് കമാൻഡ് ആര്? നിങ്ങളെ അറിയാം, സൂപ്പർവൈസർ അല്ലേ? നമ്മൾ സൂപ്പർവൈസർ ആകണ്ടേ അപ്പൊ? അല്ലെ? അവിടെ പോയിട്ട് കുറെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും അത് ചെയ്യിപ്പിക്കാനുള്ള യൂണിറ്റ് കമാൻഡ് വേണ്ടേ? ആ കിട്ടിയ വർക്കിനെ പറക്കാട് വീഴ്ച കൊടുത്തു, അത് എന്താണ് അത് ചെയ്യിപ്പിക്കാനുള്ള എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും സൂപ്പർവൈസ് ചെയ്യുകയും, അതും മാനേജ്മെന്റ് ഫംഗ്ഷൻ തന്നെയാണ്. ഇനി വേറെ ഫംഗ്ഷൻ ഉണ്ടോ? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടോ? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താ? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അറിയാം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താ? ഇപ്പം ഇത് നഴ്സിംഗ് സൂപ്പറിനെ ഈ പറഞ്ഞ സ്റ്റാഫ് നഴ്സിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിലേ ഈ പറഞ്ഞ സൂപ്പറിന്റെ എന്നും വന്ന് പറയും നിങ്ങൾ ചെയ്യണമെന്ന് പറയോ? ഇല്ല. സൂപ്പറിന്റെ അടുത്ത് പറയും. ഹെഡ് നേഴ്സിനോടല്ലേ? സൂപ്പറിന്റെ ഹെഡ് നേഴ്സിനോട് പറയാറില്ലേ? സൂപ്പറിന്റെ ഹെഡ് നേഴ്സിനോടല്ലേ പറയുന്നത്, അല്ല നേരെ ഒന്ന് സ്റ്റാഫ് നഴ്സിനോടല്ലോ. അപ്പൊ എന്താണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലുള്ള ഇത് നഴ്സിംഗ് സൂപ്രണ്ട് ആണെങ്കിൽ ഏറ്റവും താഴെയുള്ള സ്റ്റാഫ് നഴ്സ് കാര്യം പറയണമെങ്കിൽ ഇത് ഹെഡ് നഴ്സ് പറഞ്ഞു കറക്റ്റ് എന്താണ് കറക്റ്റ് ഇന്ന് പോയില്ലേ അതിന് പറയുന്നത് കേട്ടോ. ആ ഒരു വഴിയിൽ എപ്പോഴും എന്താണ് ഈ പറഞ്ഞ യൂണിറ്റ് ഓഫ് ദ ഡയറക്ഷൻ പറയുന്നത്. അല്ലെ ഇന്ന് നഴ്സിംഗ് സൂപ്പറിന് ഒരു കാര്യം സ്റ്റാഫ് നഴ്സിനോട് പറയണമെങ്കിൽ നേരിട്ട് എന്നും സ്റ്റാഫ് നഴ്സ് ഒന്ന് കണ്ടു പറയാൻ നിൽക്കില്ല. അത് ഹെഡ് നഴ്സിനോട് പറയും. ആ ഹെഡ് നഴ്സ് നേരെ സ്റ്റാഫ് നഴ്സിനോട് പറയും. ശരിയല്ലേ? അപ്പൊ എത്ര 5 ആറാമത്തെ എന്താ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് അതർ ദാൻ ദ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ദ പേഴ്സണൽ ഇൻട്രസ്റ്റിനെക്കാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് എപ്പോഴും വേണം. ദ പേഴ്സണൽ ഇൻട്രസ്റ്റിനെക്കാട്ടിൽ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് എപ്പോഴും വേണ്ടത്. ഇത്രയായി. സെവൻത് എന്താ? ഇത് റെമ്യൂണറേഷൻ എന്താ? ശമ്പളം വേണ്ടേ? ചെയ്യുന്ന ജോലി സാലറി വേണ്ടേ? അതും വേണ്ടേ? അതും വേണം. അപ്പൊ 7 എണ്ണായിട്ടെ.
റെമ്യൂണറേഷൻ ആകുമ്പോൾ 7 എട്ടാമത്തെ എന്താ? സെൻട്രലൈസേഷൻ. എട്ടാമത്തെ എന്താ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സെൻട്രലൈസേഷൻ? എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എട്ടാമത്തേതാണ് സെൻട്രലൈസേഷൻ. എന്താ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? എന്തായിരിക്കും? എപ്പോഴും ഒരു ലെവൽ ഓഫ് അതോറിറ്റി എപ്പോഴും ഒറ്റ ആളിലായിരിക്കണ്ടേ, അല്ലേ? അല്ലാതെ കാണുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞ് നടക്കും ജോലി എടുക്കും. അപ്പൊ കാണുന്ന എല്ലാവരും കൂടെ വന്ന് എന്താണ് പറഞ്ഞ് ജോലി നടക്കില്ല. എപ്പോഴും ഇത് ലെവൽ ഓഫ് അതോറിറ്റി എപ്പോഴും ഒരൊറ്റ ആൾ തന്നെയായിരിക്കും, അല്ലേ? ഒറ്റ ഒരാൾ മാത്രം എപ്പോഴും തീരുമാനം എടുക്കാനും ഉള്ള ഒരു കഴിവ് ഒരാൾക്കേ പാടുള്ളൂ, അല്ലാതെ എല്ലാവർക്കും അത് പാടില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിയല്ലേ? അല്ലേ? എപ്പോഴും അതോറിറ്റി എപ്പോഴും അത് ഒരൊറ്റ ആൾ തന്നെ ആയിരിക്കണം. യെസ്. അടുത്ത 9 എന്താ? ഇതായിരുന്നു. ഇത് എക്സാം ചോദിക്കും കേട്ടോ. 9ാമത്തെ എക്സാം ചോദിക്കും. ദ സ്കെയിലർ ദ ചെയിൻ ഓഫ് കമാൻഡ്. 9ാമത്തെ എക്സാമിന് ചോദിക്കും ദ സ്കെയിലർ ചെയിൻ ഓഫ് കമാൻഡ് എന്താ? എക്സാമിൽ ചോദിക്കും. ഇത് എക്സാമിൽ ചോദിക്കും. എന്തായിരിക്കും? The level of authority should be clear from the top to bottom. ഏറ്റവും മുകൾ അറ്റം മുതൽ ഇത് താഴറ്റം വരെ ആരെന്ത് പറയണം, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ഇത് വേണ്ടേ? അല്ലെ? ശരിയല്ലേ? ഏറ്റവും മുകൾ അറ്റം മുതൽ ഏറ്റവും താഴറ്റം വരെ ആൾക്കാരുണ്ടെങ്കിൽ അത് ഈ കാര്യം വന്നാൽ ആരോട് പറയണം, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ക്ലിയർ ആയിരിക്കണ്ടേ? യെസ്. അതല്ലേ സ്കെയിലർ ചെയിൻ ഓഫ് കമാൻഡ്, അല്ലേ? ശരിയല്ലേ? അടുത്ത 10ാമത്തെ എന്താ? 10ാമത്തെ എന്താ? ഓർഡർ. 10ാമത്തെ എന്താ? ഓർഡർ എന്താ? എപ്പോഴും ഇത് ഹെഡ് നേഴ്സിനെ സ്റ്റാഫ് നേഴ്സിനെ മാനേജ് ചെയ്യണ്ടേ? എപ്പോഴും ഹെഡ് നേഴ്സിനെ എപ്പോഴും സ്റ്റാഫ് നേഴ്സിനെ മാനേജ് ചെയ്യണം. അല്ലാതെ ഇപ്പൊ സ്റ്റാഫ് നേഴ്സിന്റെ കാര്യം വന്ന് പറയേണ്ടത് ഡോക്ടറാണോ? അല്ലല്ലോ. എപ്പോഴും സ്റ്റാഫ് നേഴ്സിനെ മാനേജ് ചെയ്യണമെങ്കിൽ എപ്പോഴും എന്താണ് ഇത് ഹെഡ് നേഴ്സിനെ വേണം. അല്ലാതെ ഇപ്പൊ വഴിയിൽ കാണുന്ന എല്ലാവരും വന്നിട്ട് എന്താണ് മാനേജ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ഓർഡറിനനുസരിച്ച് സ്റ്റാഫ് നേഴ്സിനെ എപ്പോഴും ഹെഡ് നേഴ്സ് തന്നെയാണ് മാനേജ് ചെയ്യേണ്ടത്. അവിടെ ഈ പറഞ്ഞ ഡോക്ടർക്കോ വേറെ ആർക്കും ഒരു റോളും വരുന്നില്ല. ക്ലിയർ? അതും ക്ലിയർ ആയല്ലോ? 10 ക്ലിയർ ആയോടെ? 10 ക്ലിയർ. ചോദ്യം വരും. 10 ക്ലിയർ ആയോ? 11ാമത്തെ എന്താ? ഇക്വിറ്റി എന്താ? എല്ലാ സ്റ്റാഫ് നേഴ്സുമാരെയും എപ്പോഴും നമ്മൾ ഒറ്റ പെരുമാറേണ്ടത്, അല്ലേ? എല്ലാ എംപ്ലോയീസിനെ എപ്പോഴും നമ്മൾ ഒരുപോലെ കാണണ്ടേ? എല്ലാ എംപ്ലോയീസിനെ എപ്പോഴും ഒരുപോലെയല്ലേ കാണേണ്ടത്? അല്ലാതെ എന്താണ് ഇക്വിറ്റി മസ്റ്റല്ലേ? ശരിയല്ലേ? ഇത് വേണ്ടത് അനുഭവം. ഇതൊക്കെ ഇക്വിറ്റിയൊക്കെ അനുഭവം ഉണ്ടോ? ഉണ്ടായിരിക്കും. അത് 12ാമത്തെ എന്താ? 12ാമത്തെ എന്താ? ആർക്കും അറിയാം? 12ാമത്തെ എന്താ? സ്റ്റെബിലിറ്റി ഓഫ് ടേൺ നോക്കണ്ടേ? സ്റ്റെബിലിറ്റി ഓഫ് എന്തായിരിക്കും? ഇതാണ് ഇത്തവണ ചോദ്യം. ഇതായിരിക്കും. ഈ പ്രോസസ് ചോദ്യം ഇതായിരിക്കും. ഒരു ചെറിയ ഡ്യൂറേഷനിൽ എപ്പോഴും ഒരാൾക്ക് ജോലി കൊടുക്കാൻ പാടില്ലല്ലോ. ഒരു ചെറിയ ഡ്യൂറേഷനിൽ എപ്പോഴും ഒരാൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർക്ക് ഇപ്പൊ എല്ലാ ദിവസവും സ്റ്റാഫിനെ മാറ്റിക്കൊണ്ടിരുന്നാലേ ഇപ്പൊ എന്താ ചെറിയ ഡ്യൂറേഷനിൽ മാത്രം സ്റ്റാഫിനെ കൊണ്ട് ഓടിടുമ്പോ അപ്പോ ഈ പറഞ്ഞ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും തോറും അത് മാനേജ് ചെയ്യല്ലേ പാടല്ലേ? ശരിയല്ലേ? ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ ഓരോ ദിവസവും സ്റ്റാഫ് നേഴ്സ് മാറുമ്പോഴും വീണ്ടും വരുന്ന ആളെ വീട്ടിൽ പല കാര്യം പഠിക്കണം. അയാൾ അടുത്ത ആഴ്ച പോകും, പിന്നെ വീണ്ടും അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും പഠിപ്പിക്കണം. ആ ഡിപ്പാർട്ട്മെന്റും പാടല്ലേ? ഇത് മാനേജ്മെന്റ് പാടല്ലേ? മാനേജ് ചെയ്യാൻ പാടില്ല. ഓരോ ദിവസവും ഓരോ ആൾ മാറി മാറി വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ വളരെ പാടാണ്. അപ്പൊ അതും ഇത് ഇത്തവണ ചോദിക്കും കേട്ടോ. ചോദിക്കും, കൃത്യം പഠിച്ചോളും കേട്ടോ. ഇത്തവണ ചോദിക്കും, കൃത്യം പഠിച്ചോളും. സോ അടുത്തത് എന്താ? 13ാമത്തെ എന്താ? ഇനിഷ്യേറ്റീവ് എന്താ? എല്ലാ എംപ്ലോയീസിനും അവരുടെ കഴിവുകൾ കാണിക്കാൻ എന്താണ് അവസരം കൊടുക്കണം. ഇനിഷ്യേറ്റീവ് എന്താ? എല്ലാ എംപ്ലോയീസിനും അവരുടെ കഴിവ് കാണിക്കാൻ വേണ്ടി
അവസരം മസ്റ്റായിട്ട് കൊടുക്കണം. അതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത് 14 എന്താ? 14th ചോദ്യം വരും. എന്തായിരിക്കും? എസ്പിരിറ്റ് ഇത് ഡീകോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതും ചോദ്യം കണ്ടിട്ടോ ആരെങ്കിലും ചോദ്യം? ഇത് ചോദ്യം കണ്ടിട്ടോ ആരെങ്കിലും? ഈ ചോദ്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 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 ഉണ്ട്. സംഭവം എന്തായിരിക്കും? പച്ചമലയാളം പറഞ്ഞുതരാം. പച്ചമലയാളം പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാവരും ഒരൊറ്റ മൈൻഡിൽ പ്രവർത്തിക്കേണ്ടത്, ഒറ്റ യൂണിറ്റിയായിട്ട് വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്യുമ്പോൾ ഒറ്റ യൂണിറ്റി വർക്ക് ചെയ്യണ്ടേ? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒറ്റ മനസ്സോടെ ഒറ്റ യൂണിറ്റിയോടെ വർക്ക് ചെയ്യണം. അതും ഒരു ഫംഗ്ഷനാണ്. കിട്ടിയോ? എന്താ 14 ഫംഗ്ഷൻ കിട്ടിയോ? ഇതിനെയാണ് നിങ്ങൾ എല്ലാവരും ഇത് പോസ്റ്റ് കോർ എന്ന് പറയുന്നത്? അല്ലല്ലോ. അല്ല. ആ ഒരു പോസ്റ്റ് കോർ കൊടുക്കുന്നുണ്ടോ ചോദ്യ പേപ്പർ? കണ്ടുകൊണ്ടോ ഈ പോസ്റ്റ് കോർ? ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ എക്സാം ചോദ്യമാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻ എക്സാം ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ലൂതർ ഗുലിയാക്കിന്റെ എന്താണ് ഇതനുസരിച്ച് പോസ്റ്റ് കോർ പോകണം. മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇവിടെയല്ലേ? ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇവിടെയല്ലേ ചോദ്യം വരും? ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വരും. നമ്മൾ തൊട്ട് മുമ്പ് എന്താ പഠിച്ചത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ നമ്മൾ തൊട്ട് മുമ്പിൽ പഠിച്ചത് 14 പ്രിൻസിപ്പിൾ പഠിച്ചില്ലേ? അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അക്കോർഡിംഗ് ടു ആരുടെയാ? ലൂതർ ഗുലിയാക്ക് പറഞ്ഞനുസരിച്ച് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ്. ഇതൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഇത് പി എന്താ? ഫസ്റ്റ് പി എന്താ? ഫസ്റ്റ് പി എന്താ? പി എന്താ? പി എന്താ? പ്ലാനിങ്. എന്താ പ്ലാനിങ്? എന്താ പ്ലാനിങ്? എന്തായിരിക്കും? പഠിക്കാം. പ്ലാനിങ് എന്ന് പറയാൻ എന്തായിരിക്കും? എന്താണ് പ്ലാനിങ്? എന്താണ് പ്ലാനിങ്? എന്താ പ്ലാനിങ്? എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? ഇവിടെ എന്ത് ചെയ്യും? ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, എല്ലാം ഇത് പ്ലാൻ ചെയ്യാറില്ലേ? അല്ലേ? അല്ലേ? ഒരാൾ എന്താ ഒരു കാര്യം എപ്പോ ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, അത് മുൻകൂട്ടി ചെയ്യാറില്ലേ? എങ്ങനെ പഠിക്കണം, എപ്പോ പഠിക്കണം, എത്ര സമയം കൂടി പഠിച്ചിരിക്കണം, അല്ല പ്ലാൻ ചെയ്യാറില്ലേ? അതിലെന്ത് പ്ലാനിങ് വരുന്നതല്ലേ? അല്ലേ? അല്ലേ? ഇതേ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇത് ഡിസിഷൻ മേക്കിംഗ് അല്ലേ? അഡ്മിനിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ, അത് കൃത്യമായി ചെയ്യണമെങ്കിൽ ഇത് ഡിസിഷൻ മേക്കിംഗ് മസ്റ്റ് ആയിട്ട് വേണ്ടേ? വേണ്ടേ? അല്ലേ? വേണം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഓരോ കാര്യം നിർത്തി ക്ലിയർ ആയല്ലോ. ഇതൊന്നും അധികം ഓർമ്മിച്ച് വെച്ചാൽ മതി. ചോദ്യം വരുന്നത് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത് ഇത് നഴ്സിംഗ് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ അല്ലേ? ഇത് നഴ്സിംഗ് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആരാ? നഴ്സിംഗ് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് എപ്പോഴും പറഞ്ഞ ആരാ? ഇത് പ്ലാനിങ് ആണ്. ഈ പറഞ്ഞ ഞാൻ പോസ്റ്റ് കോറിനകത്ത് നഴ്സിംഗ് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് എപ്പോഴും പറയുന്നതിനാ? പ്ലാനിങ്ങിനെ കേട്ടോ, മറക്കരുതേ. ദ പ്ലാനിങ് എന്നാണ് എപ്പോഴും നഴ്സിംഗ് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ചു, നമ്മൾ എപ്പോഴും പ്ലാനിങ് സമയത്തല്ലേ ഈ പറഞ്ഞ ഇത് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും പ്ലാനിങ് സമയത്തിൽ എപ്പോഴും ഇത് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് അല്ലേ? ആണ്. എന്തായിരിക്കും ഇത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോ കുറെ നമ്മുടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴേ ക്വസ്റ്റ്യൻ ഓപ്ഷൻ കാണുമ്പോഴേ അവിടെ നമ്മുടെ കുറെ ഓപ്ഷൻസ് ഇല്ലേ? എ ബി സി ഡി ഓപ്ഷൻസ് ഇല്ലേ? ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടല്ലോ, 1 2 3 അങ്ങനെ കുറെ ഓപ്ഷൻ കാണും. അവിടെ അതിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ആദ്യം തിരഞ്ഞെടുത്ത് എഴുതാറില്ലേ? ശരി ഉത്തരം മാത്രം സെലക്ട് ചെയ്യാറില്ലേ? അത് നിങ്ങളുടെ ഇത് ഡിസിഷൻ മേക്കിയല്ലേ? നിങ്ങളുടെ ഇത് ഡിസിഷൻ മേക്കിയല്ലേ? അവിടെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത് ഡിസിഷൻ മേക്കിയല്ലേ? അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം എപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്താ? ഡിസിഷൻ മേക്കിംഗ് ആണ്. നിങ്ങൾ എക്സാമിന് ഇത് കൃത്യമായിട്ട് ശരിയായ ഉത്തരം ചൂസ് ചെയ്തെടുക്കുന്നത് എന്താ? അതും ഡിസിഷൻ മേക്കിംഗ് തന്നെയാണല്ലേ? ആണല്ലോ. ക്ലിയർ?
ക്ലിയർ? സോ പ്ലാനിങ് കഴിഞ്ഞ അടുത്ത ഏതാ? സോ ചോദ്യം വരും, എല്ലാം ചോദ്യം. പ്ലാനിങ് കഴിഞ്ഞ അടുത്ത ഏതാ? പ്ലാനിങ് കഴിഞ്ഞ അടുത്ത് വിടുന്നത് ഏതാ? ഓർഗനൈസിങ് അല്ലേ? പ്ലാനിങ് കഴിഞ്ഞ അടുത്ത് വിടുന്നത് ഏതാ? ഓർഗനൈസിങ്. എന്താ ഓർഗനൈസിങ്? എന്താ ചോദ്യം വരും? ഓർഗനൈസിങ് എന്താ? ഈ പറഞ്ഞ നമ്മൾ തൊട്ടുമുമ്പ് ഇത് പ്ലാനിങ് ചെയ്ത കാര്യം, അവിടെ ചെയ്തു വെച്ച കാര്യം ആര് ചെയ്യണം തീരുമാനിക്കുന്ന ഇവിടെ അല്ലേ? നമ്മൾ തൊട്ടുമുമ്പേ അവിടെ പ്ലാനിങ് ചെയ്ത് വെച്ച കാര്യം ആര് ചെയ്യണം എന്ന് വിടുന്ന ഇവിടെയാണോ? ആർക്ക് ആ ജോലി കൊടുക്കണം? ആർക്ക് കൊടുക്കണം? ശരിയല്ലേ? ആരൊക്കെ എന്തൊക്കെ ചെയ്യണം? ഇതല്ലേ ശരി പറഞ്ഞേ. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പ്ലാൻ ചെയ്ത് വെച്ച കാര്യം അത് ആര് ചെയ്യണം, ആർക്ക് കൊടുക്കണം, എല്ലാം ഇവിടെ വെച്ച് ഓർഗനൈസ് വെക്കല്ലേ? എല്ലാം ഈ സ്റ്റേജ് ഓർഗനൈസ് അവിടെ വരില്ലേ? ഇവിടെ വെച്ചാണ് ആര് ചെയ്യണം, അത് എപ്പോ ചെയ്യണം, എന്ത് ചെയ്യണം, എല്ലാം കൃത്യമായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കും. ഇതിന് ശേഷമല്ലേ സ്റ്റാഫിന് വരുന്നത്? സ്റ്റാഫിൽ വരുന്നത് ഇത് ഓർഗനൈസേഷൻ കഴിഞ്ഞ ശേഷം. ഇത് ഓർഗനൈസിങ് കഴിഞ്ഞാലല്ലേ ഉടനെ സ്റ്റാഫിംഗ് എന്ന സ്റ്റെപ്പ് വരുന്നത്. ഓർഗനൈസിങ് കഴിഞ്ഞാൽ അടുത്തെന്താണ്? സ്റ്റാഫിംഗ് വരുന്നത്. ഇത് ആരൊക്കെ ചെയ്യണം അല്ലേ? നേരത്തെ തീരുമാനിച്ച എല്ലാം അടുക്കിപ്പടുക്കി ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ച കാര്യം ആര് വേണം? സ്റ്റാഫിംഗ് വേണ്ടേ? ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഇത് ഹ്യൂമൻ റിസോഴ്സ് തിരഞ്ഞെടുക്കണം. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കണം. എല്ലാം വരുന്ന എവിടെയല്ലേ? സ്റ്റാഫിങ്ങിനകത്തല്ലേ? യെസ്. ഇനി സ്റ്റാഫിങ്ങിനകത്തെ இந்த റിക്രൂട്ട്മെന്റ് വാക്കിന്റെ അർത്ഥം എന്താ? സ്റ്റാഫിങ്ങിനകത്ത് இந்த റിക്രൂട്ട്മെന്റ് എന്തായിരിക്കും? സ്റ്റാഫിങ്ങിനകത്ത് എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയായിരിക്കും. പണ്ട് എക്സാമിന് വേണ്ടി പറഞ്ഞ ഇത് പ്രൈവറ്റിലൊക്കെ പോയിട്ട് പോറല്ലേ? അവിടെ നിങ്ങൾ ചെയ്യാറുണ്ട്? അവിടെ നിങ്ങളെ ചെയ്യാറുണ്ടോ? സെലക്ഷൻ ചെയ്യാറുണ്ടോ? സെലക്ഷൻ അല്ലേ? ആദ്യം ഇത് സെലക്ഷൻ ചെയ്യുന്നു, ശേഷം ഇത് പ്ലേസ്മെന്റ് ചെയ്യല്ലേ? ആദ്യം ഇത് സെലക്ഷൻ ചെയ്യുന്നു, പിന്നെ അവരെ പ്ലേസ്മെന്റ് ഇല്ലേ? ഇത് പ്ലേസ്മെന്റ് കൊടുക്കാറില്ലേ? ശേഷം ഇത് ട്രെയിനിങ് തരാറുണ്ടോ? തരാറുണ്ടോടെ? അതിന് ശേഷം ഇത് ട്രെയിൻ തരുന്നത് തരാറുണ്ട്. യെസ്. ഇതിനുശേഷം എന്താ? സിമ്പിൾ കാര്യ. സ്റ്റാഫിങ്ങിനകത്താണോ ഈ പറഞ്ഞ എന്ത് ട്രാൻസ്ഫറും പ്രൊമോഷനൊക്കെ വരുന്നത്? സ്റ്റാഫിങ്ങിനകത്താണോ ഈ പറഞ്ഞ இந்த ട്രാൻസ്ഫർ, இந்த പ്രൊമോഷൻ, இந்த പണിഷ്മെന്റ്, இந்த റിവാർഡ്സ് ഒക്കെ വരുന്നത്? സ്റ്റാഫിങ്ങിനകത്താണോ இந்த പ്രൊമോഷനും, இந்த ട്രാൻസ്ഫർ, എന്താണ് ഈ പറഞ്ഞ இந்த റിവാർഡ്സ് കൊടുക്കുന്നത്, പണിഷ്മെന്റ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ വരുന്നത് എവിടെയാ? എവിടെ വരുന്നത്? സ്റ്റാഫിങ്ങിനകത്തല്ലേ? അല്ലേടെ? യെസ്. ക്ലിയർ? അടുത്ത ഫംഗ്ഷൻ ഏതാ? ഇത് ഡയറക്റ്റിംഗ്. അടുത്ത ഫംഗ്ഷൻ ഏതാ? ഡയറക്റ്റിംഗ്. എന്താ? സിമ്പിൾ വേർഡ് ആണ്. പറയുന്നു എന്ത് ചെയ്യണം? സ്റ്റാഫിന് എപ്പോഴും ഇത് ഗൈഡ് ചെയ്യാറില്ലേ? സ്റ്റാഫിന് സെലക്ട് ചെയ്ത സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫിന് എന്ത് ഗൈഡൻസ് കൊടുക്കാറില്ലേ? യെസ്. ക്ലിയർ? സിമ്പിൾ കാര്യം. ഗൈഡിങ് കൊടുക്കുക. അടുത്ത ഘട്ടേക്ക് വിടുക. ഇതിനകത്ത് ഇപ്പൊ ഡയറക്റ്റിനകത്തെ ഇവിടെ കുറച്ച് സബ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഡയറക്ഷനകത്ത് കുറച്ച് ഫംഗ്ഷൻ എടുത്ത് വെച്ചാൽ എന്താണ്? എപ്പോഴും എന്താണ്? കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആവുണ്ട്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആവണം. സ്റ്റാഫുകൾക്ക് എപ്പോഴും മോട്ടിവേഷൻ കൊടുക്കണം. എല്ലാം കൊടുക്കണ്ടേ? ഇതൊക്കെ ഫംഗ്ഷൻ അല്ലേ? ഇത് ഡയറക്റ്റിങ്ങിനകത്ത് ഒരു ഫംഗ്ഷൻ അല്ലേ? എപ്പോഴും കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണം. മാത്രമല്ല എപ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഇതെല്ലാം വരുന്നത് എവിടെയാ? ഇതിന്റെ ഡയറക്റ്റിങ്ങിന്റെ ഫംഗ്ഷൻ ആയിട്ട് അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഓർമ്മിച്ചാൽ മാത്രം മതി. ഇനി അടുത്ത കാര്യമാണ് ഇത് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടോ? എക്സാമിന് സ്ഥിരം ചോദ്യമാണ് ദ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. എക്സാമിന് സ്ഥിരം ചോദ്യമാണ് ദ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. എക്സാം ചോദ്യമാണ്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോക്രാറ്റിക്, അല്ലെങ്കിൽ ഇത് ഡിക്റ്റേറ്റീവ്, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റീവ്, അല്ലെങ്കിൽ ദ ബോസ് സെന്റേഡ്, അല്ലെങ്കിൽ ദ വർക്ക് ഓർ. ഇത്രയും പേരുണ്ട്. ഇത് സ്ഥിരമായി കേൾക്കുന്ന പേര് ഏതാ? ഓട്ടോക്രാറ്റിക് അല്ലേ? സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുന്നവർക്ക് ഓട്ടോക്രാറ്റിക് അല്ലേ?
സോ നോക്കാം ദ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിനകത്ത് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഓട്ടോക്രാറ്റിക്. ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ദ ഡിക്റ്റേറ്റീവ് അല്ലെങ്കിൽ ദ ഡിറക്റ്റീവ് അല്ലെങ്കിൽ ദ ബോസ് ഓർഡർ അല്ലെങ്കിൽ വർക്ക് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇത് ലീഡർഷിപ്പ് ആരുടെ കയ്യില്ല. സിമ്പിൾ കാര്യമാണ്, പേരൊന്നും കേട്ട് പഠിക്കേണ്ട, വളരെ നിസ്സാര കാര്യമാണ്. ഞാൻ ഈ സമയം ചൂസ് ചെയ്ത കാരണം നിങ്ങൾക്ക് ഫ്രഷ് ആയിരിക്കുന്നത് കരുതിക്കൊണ്ടാണ്. സമയം രാവിലെ 1 മണി, ശരിയല്ലേ? രാവിലെ 1 മണിക്ക് ഇത് പറയണമെങ്കിൽ ചോദ്യം വരും. എന്നാലും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി പറഞ്ഞേ. എപ്പോഴും ഇവിടെ ഈ അതോറിറ്റി ആരുടെ കയ്യില അല്ലെങ്കിൽ ഇത് ലീഡർഷിപ്പ് ആരുടെ കയ്യില? ഇവിടെ എപ്പോഴും ആരുടെ കയ്യില ഇവിടെ വരുന്നത്? അതോറിറ്റി എപ്പോഴും ഒറ്റ ആളെ കയ്യില്ലേ, ഒറ്റ സിംഗിൾ ലീഡറിന്റെ കയ്യിൽ മാത്രമല്ലേ. ഇവിടെ ഫുൾ അതോറിറ്റി വരുന്ന ആടെ പേര് മാത്രമേ വലുപ്പമുള്ളൂ, ബാക്കിയെല്ലാം നിസ്സാര കാര്യമാണ്. ഇവിടെ അതോറിറ്റി എപ്പോഴും ഒറ്റ പേഴ്സൺ ആയിരിക്കില്ലേ, ഒറ്റ ആളെന്ന് പറയുമ്പോൾ ഒറ്റ ലീഡർ. അതോറിറ്റി എപ്പോഴും ഒരു ലീഡർ മാത്രം ഉണ്ട് എന്ന് വിളിക്കാം. ഈസ് ഓട്ടോക്രാറ്റിക് അല്ലേ? ശരിയല്ലേ? നമ്മളെപ്പോഴും എമർജൻസി സിറ്റുവേഷനിലും ഇതല്ലേ ഫോളോ ചെയ്യുന്നത്. നമ്മളെപ്പോഴും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയം എന്താണ് ചോദ്യം വരുന്നത്? എമർജൻസി സിറ്റുവേഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന ഇതിന്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാ? കേരള പി ചോദ്യമാണ്. എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് യൂസ് ചെയ്യുന്ന ലീഡർഷിപ്പ് മാനേജ്മെന്റ് ഏതാ? ഓട്ടോക്രാറ്റിക് അല്ലേ? ക്ലിയർ? അതും ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ഏതാ? സെക്കൻഡ് വൺ ഈസ് ഇത് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റീവ് ഓർ ദ കൺസൾട്ടീവ് ഓർ ദ പാർട്ടിസിപ്പേറ്റീവ്. എന്താ സെക്കൻഡ് വരുന്ന കാര്യമാണ്. ഇത് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആരുടെ കയ്യിലെ അധികാരം? ഇവിടെ അധികാരം ആരുമില്ല. ലീഡറിന്റെ ഇതിനുണ്ടോ അധികാരം? ഇവിടെ ഇത് ലീഡറിന്റെ ഇതിന് ഉണ്ടോ? ലീഡറിന്റെ അധികാരം ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ ഉണ്ടല്ലേ, പക്ഷേ ആ ലീഡറിന്റെ അധികാരത്തിലോട്ട് സബോർഡിനേറ്റോട് കയറി വരില്ലേ? ഈ സബോർഡിനേറ്റ് കൂടെ എല്ലാ കാര്യം ചോദ്യം വന്നു കഴിഞ്ഞതാണ്. സബോർഡിനേറ്റ് എന്ത് ചെയ്യുന്നു? ലീഡർ ചോദിക്കും എന്താണ് ഓരോ കാര്യങ്ങളിൽ വന്ന് എന്റെ കമന്റ്സും ഈ പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഇസ് ദ ക്രിട്ടിസൈസ് ചെയ്യാൻ പറയാറില്ലേ? അല്ലെ, സബോർഡിനേറ്റിൽ നിന്ന് എപ്പോഴും എന്റെ കമന്റ്സ് ഇവർ ചോദിക്കല്ലേ? ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ചോദിക്കില്ലല്ലേ? അല്ലെ, അതല്ലേ എപ്പോഴും ഈ സബോർഡിനേറ്റ്സിൽ എന്ത് ചെയ്യും? ഇത് ക്രിറ്റിസിസും കമന്റ്സും ഇവർ ചോദിച്ചു വാങ്ങും. ആ ടൈപ്പ് ഇത് ഡെമോക്രാറ്റിക് അല്ലേ? സബോർഡിനേറ്റിൽ നിന്ന് എപ്പോഴും കമന്റ്സും ക്രിറ്റിസൈസും എപ്പോഴും ഇവർ ചോദിച്ചു വാങ്ങിക്കും. അങ്ങനെ ടൈപ്പാണ് എന്താണ് ഇസ് ദ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞത്. ക്ലിയർ? ടു ടൈപ്സും കിട്ടിയോ? രണ്ട് ടൈപ്സും കിട്ടിയോ? രണ്ട് ടൈപ്സും കിട്ടിയോ? ആൻഡ് തേർഡ് ഈസ് ഏതാ? മൂന്നാമത്തെ പേരെന്താ? അബ്ഡിക്രാറ്റിക് ആണോ? അബ്ഡിക്രാറ്റിക് അല്ലെങ്കിൽ ഇത് ലൈസൻസ് ഫയർ ഓർ ദ ഫ്രീ റെയിൻ കേട്ടിട്ടുണ്ടെങ്കിലും, അബ്ഡിക്രാറ്റിക് അല്ലെങ്കിൽ ലൈസൻസ് ഫയർ കേട്ടിട്ടുണ്ടെങ്കിലും, സബോർഡിനേറ്റ് സെന്റർ ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ അബ്ഡിക്രാറ്റിക് കേട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ചോദ്യം എഴുതുന്നത്. ഇവിടെ ഇത് ലീഡറിന് എന്തെങ്കിലും അധികാരമുണ്ടോ? ലീഡറിന് ഒരു കൺട്രോൾ അല്ലേ? ഇവിടെ ലീഡറിന് അധികം വലിയ ഒരു കൺട്രോളും ഇല്ല. പക്ഷെ കൺട്രോൾ ഫുൾ ആർക്കാ? സബോർഡിനല്ലേ? ലീഡറിന് സബോർഡിനേറ്റിന് മുകളിൽ ഒരു കൺട്രോളും ഉണ്ടാകില്ല. ലീഡറിന് സബോർഡിനേറ്റിന് മുകളിൽ എന്തിപ്പം ജോലി ചെയ്യുമ്പോൾ ഇത് ലീഡറിന് സബോർഡിനേറ്റിന് മുകളിൽ ഒരു കൺട്രോളും ഇല്ലെങ്കിൽ ആ ടൈപ്പിലേക്ക് പേരെന്താ? സിമ്പിളായി പഠിക്കട്ടെ. ലീഡറിന് എന്താ സബോർഡിനേറ്റിന് മുകളിൽ ഒരു കൺട്രോൾ ടൈപ്പാ? ഓക്കെ, പൊട്ട് ഞാൻ കാണുന്നു ഇടയ്ക്ക് പോകുന്നു, വീണ്ടും വരുന്നു. ഞാൻ നോക്കി രാത്രി 1 മണിക്ക് ഇടയ്ക്ക് പോകുന്നു, വീണ്ടും വരുന്നു. മനസ്സിലായത് ഡ്യൂട്ടി ആയിരിക്കും, മനസ്സിലായിട്ടോ? ക്ലിയർ? അപ്പം ലീഡർ എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റ് എന്ത് ചെയ്യുന്നു? ഒരു കൺട്രോളും ഒരു കോർഡിനേഷൻ കോപ്പറേഷനും ഒരിക്കലും ഇവിടെ കാണില്ല. ഫോർത്ത് ടൈപ്പ് ഏതാ? ഇത് ബെൻവോലന്റ് അല്ലേ? ഫോർത്ത് ടൈപ്പ് ഏതാ? ഇത് ബെൻവോലന്റ് ലീഡർഷിപ്പ് അല്ലേ? ഫോർത്ത് ടൈപ്പ് ഏതാ? ഇത് ബെൻവോലന്റ് ലീഡർഷിപ്പ് സ്റ്റൈലിലെ നാലാമത്തെ ഇതാ. എന്തായിരിക്കും ഇത്? അല്പം അറിയാം, ഇത് അനുകൊണ്ടായിരിക്കും.
എന്താണ് ഈ പറഞ്ഞ എന്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ചില എന്താണ് ഹെഡ്നേഴ്സുമാർ ഭയങ്കര സ്നേഹമല്ലേ, ഇപ്പൊ വീട്ടിലുള്ള സ്വന്തം മക്കളെ പോലെ പെരുമാറില്ലേ, നീ അത് ചെയ്യുന്ന പറയല്ലേ. അറിയാമോ? മിക്കവാറും ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരാൾ കാണും അങ്ങനെ, മിക്കവാറും എല്ലാ ഹോസ്പിറ്റലും ഒരാൾ എപ്പോഴും കാണും. ശരിയല്ലേ? അറിയാമോ? ഈ പറഞ്ഞ സിസ്റ്റർ അങ്ങനെ ആയിരിക്കില്ലേ, ഒരു സിസ്റ്റർ എല്ലാ ഹോസ്പിറ്റലും കാണും, ഒരു സിസ്റ്റർ എല്ലാ ഹോസ്പിറ്റലും കാണും അല്ലേ. സ്വന്തം എന്താ വീട്ടിലുള്ള ഒരാളെ പോലെ വന്ന് പറഞ്ഞ് നീ അത് ചെയ്യുമോ? പറയാറില്ലേ? എല്ലാവരും എന്താണ് സബോർഡിനേറ്റിന്റെ വെൽഫെയറിന് മാത്രം നോക്കി വർക്ക് ചെയ്യുന്ന ലീഡർഷിപ്പ് ഏതാ? സബോർഡിനേറ്റ്സിന്റെ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ലീഡർഷിപ്പ് ഏതാ? അത്രേ ഉള്ളൂ പഠിക്കുക. ഇവിടെ എപ്പോഴും ലീഡർ ഒരു തീരുമാനം എടുക്കണമെങ്കിലേ, ഇവിടെ എപ്പോഴും ലീഡർ ഒരു തീരുമാനം എടുക്കുമ്പോൾ സബോർഡിനേറ്റിന്റെ വെൽഫെയർ നോക്കിയ ശേഷം മാത്രമേ തീരുമാനം എടുക്കത്തുള്ളൂ. ഇവിടെ എപ്പോഴും ഒരു ലീഡർ ഒരു തീരുമാനം എടുക്കുമ്പോൾ സബോർഡിനേറ്റിന്റെ വെൽഫെയറിനെ കൂടി നോക്കിയ ശേഷം മാത്രമേ തീരുമാനം എടുക്കത്തുള്ളൂ. ക്ലിയർ ആയോ? 4 ടൈപ്പും കിട്ടിയോ? 4 ടൈപ്പും കിട്ടിയോ? ആരും ക്ലിയർ ആയോടെ? അവന്റെ പോസ്റ്റ് കോർപ്പിന്റെ എത്ര പഠിച്ചു? പോസ്റ്റ് കോർപ്പ് എത്ര പഠിച്ചു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ് ആയി 4 അഞ്ചാമത്തെ ഏതാ? കോർഡിനേഷൻ. കോർഡിനേഷൻ എന്താ? കോർഡിനേഷൻ എന്താ? ഇപ്പൊ ഇപ്പൊ നിങ്ങളെല്ലാം എടുക്കാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എല്ലാവരും എല്ലാ സ്റ്റാഫും അവിടെ ഒരുപോലെ ചെയ്ത് വർക്ക് ചെയ്യണ്ടേ അല്ലേ? ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ എന്താണ് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകണമെങ്കിൽ എല്ലാ സ്റ്റാഫും ഒരുപോലെ ഒറ്റ കോർഡിനേഷൻ വർക്ക് ചെയ്യണ്ടേ? അതിലെ കോർഡിനേഷൻ ശരിയല്ലേ അല്ലേ? ആറാമത്തെ എന്താ? കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറഞ്ഞത്. കൺട്രോളിങ് എന്താ? സിമ്പിൾ കാര്യമാണ്. ഈ പറഞ്ഞ എംപ്ലോയീസിന്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, എന്താണ് എപ്പോഴും കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. അതാണ് ഇത്ര കൺട്രോളിങ്. ഈ പറഞ്ഞ എംപ്ലോയീസിന്റെ ആക്ടിവിറ്റീസ് എല്ലാം എപ്പോഴും കറക്റ്റ് ആയിട്ട് കൺട്രോളിങ് വേണം. അവിടെ ചോദ്യമുള്ളത് കൺട്രോളിങ് പ്രധാനമായിട്ട് എത്ര ടൈപ്സ് ഉണ്ട്? അവിടെ ചോദ്യമുണ്ട്. കൺട്രോളിങ് വരുമ്പോൾ ആ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഓഫ് കൺട്രോൾ ഉണ്ട്? 3 ഉണ്ട്. ഏതൊക്കെയാ? 3 ടൈപ്സ് ഓഫ് കൺട്രോൾ ഉണ്ട്. ഇത് ചോദ്യം. പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് കൺട്രോൾ ഉണ്ട്. ഫസ്റ്റ് ഏതാ? ഇത് പ്രിലിമിനറി കൺട്രോൾ അല്ലേ? ഫസ്റ്റ് ഏതാ? ഇത് പ്രിലിമിനറി കൺട്രോൾ അല്ലേ? ഫസ്റ്റ് ടൈപ്പ് ഏതാ? ഇത് പ്രിലിമിനറി കൺട്രോൾ. എന്താടേ? എന്തായിരിക്കും? ഒരു ആക്ഷൻ അത് ചെയ്യുന്നതിന് തൊട്ട് മുൻപേ തന്നെ കൺട്രോൾ ചെയ്യുന്നതാണോ? ഒരു കാര്യം അത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കൺട്രോൾ ചെയ്യുന്നതാണോ? യെസ് അല്ലേ? ഒരു കാര്യം അത് ചെയ്യുന്നതിന് മുൻപേ തന്നെ കൺട്രോൾ ചെയ്താൽ എന്ത് ടൈപ്പാ? സിമ്പിളാ. ബിഫോർ ആക്ഷൻ. ഒരു കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപേ തന്നെ കൺട്രോൾ ചെയ്ത് വിളിക്കാം ഇത് പ്രിലിമിനറി കൺട്രോൾ അല്ലേ? അത്രേ ഉള്ളൂ കാര്യം. സെക്കൻഡ് ടൈപ്പ് ഏതാ? ദ കൺകറന്റ് കൺട്രോൾ. സെക്കൻഡ് ടൈപ്പ് ഏതാ? ദ കൺകറന്റ് കൺട്രോൾ. എന്താ? ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രോൾ വെക്കുന്നതല്ലേ? ഇത് കൺകറന്റ് എന്ന് പറയുമ്പോഴേ ഒരു വർക്ക് നടക്കുന്നതിന്റെ ആ സമയത്ത്, ഒരു ജോലി ചെയ്ത സമയത്ത് ഒരു കൺട്രോൾ വെക്കുന്നതല്ലേ ഇത് കൺകറന്റ് കൺട്രോൾ. ഒരു വർക്ക് ചെയ്ത സമയത്ത് എന്താണ് ഒരു കൺട്രോൾ വെച്ചത് വിളിക്കാം? ജോലി നടക്കുന്ന സമയത്ത് ദ കൺട്രോൾ വെച്ച് വിളിക്കാം ദ കൺകറന്റ് കൺട്രോൾ എന്ന് വിളിക്കാം. ക്ലിയർ? അപ്പൊ ഒരു ആക്ഷൻ ചെയ്യുന്ന മുമ്പ് ഏതാ? ഒരു ആക്ഷൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ തന്നെ കൺട്രോൾ വെച്ച ഏതാ? ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കൺട്രോൾ വെച്ച എന്താ? പ്രിലിമിനറി കൺട്രോളിലെ. ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കൺട്രോൾ വെച്ചാൽ ദ പ്രിലിമിനറി കൺട്രോൾ വിളിക്കാം. ഇനി ജോലി ചെയ്ത സമയത്ത് കൺട്രോൾ വെച്ച് വിളിക്കാം ദ കൺകറന്റ് കൺട്രോൾ വിളിക്കാം. ഇനി ജോലി എല്ലാം കഴിഞ്ഞ് അതിന് ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം കൺട്രോൾ വെച്ചാലോ? ഒരു ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം, ജോലി എല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം കൺട്രോൾ എന്താ? പോസ്റ്റ് ആക്ഷൻ കൺട്രോൾ അല്ലേ? ജോലി കഴിഞ്ഞു, എന്താ ആക്ഷൻ കഴിഞ്ഞു, ഇനി അതിന്റെ ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം കൺട്രോൾ വെച്ചാൽ ദ പോസ്റ്റ് ആക്ഷൻ കൺട്രോൾ. സിമ്പിൾ ആയിട്ട് 3 മനസ്സിലായി.
സിമ്പിൾ ആയിട്ട് മൂവ് മനസ്സിലായോ? നിങ്ങൾ എപ്പോഴും ഏറ്റവും നല്ല പാഠം ചോദിക്കുന്ന സബ്ജക്റ്റ് ആണ് എന്താണ് വളരെ ഈസി. എപ്പോഴും നിങ്ങൾ തെറ്റിദ്ധാരണ എന്താണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എങ്ങനെ പഠിക്കും ക്ലിയർ ആയല്ലോ. ഇത് നാളെ റിസർച്ചും സ്റ്റാറ്റിക്സ് ഞാൻ അവസാന നിമിഷം പറഞ്ഞു കേട്ടോ. നാളെ എപ്പോഴെങ്കിലും ഈവനിങ് എപ്പോഴെങ്കിലും നിങ്ങളെല്ലാം പഠിച്ച ശേഷം നാളെ എല്ലാം പഠിച്ച ശേഷം ഈ പറഞ്ഞ എപ്പോഴും ഫ്രീ ആവാൻ പറയാം കേട്ടോ. ഈ പറഞ്ഞ റിസർച്ചും ഈ സ്റ്റാറ്റിക്സും ആ റെക്കോർഡിംഗ് എല്ലാം കിട്ടിയ ആൾക്കാരാണ് എങ്കിലും നിങ്ങളുടെ സമയം ഒന്ന് കൊണ്ട് പറഞ്ഞു കേട്ടോ. സോ அந்த കൺട്രോളിംഗ് കഴിഞ്ഞ അടുത്ത് എന്താ? കൺട്രോളിംഗ് അടുത്ത് ഏതാ? കൺട്രോളിംഗ് കഴിഞ്ഞ അടുത്ത് ഏതാ? ഒരു 60, 70, 80 നിർത്തും കേട്ടോ. ഒരു തെറ്റും വരുത്താതെ നല്ല ഈസി ആണെങ്കിൽ ഒരു 80 മൊത്തം 80 മാർക്കെങ്കിലും ഒരു ശരി ഉത്തരം എടുത്തണം കേട്ടോ. ഒരു 80 മാർക്ക് കറക്റ്റായിട്ട് ശരിയാക്കി എടുത്തണം കേട്ടോ. 80 കറക്റ്റ് ശരിയാക്കി വെച്ചിട്ട് അറിഞ്ഞുകൊടുത്ത 20 എണ്ണം വിടുക. ഓക്കെ, എന്നാണ് മിസ്റ്റേക്ക് പറ്റും കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് ഓടിച്ചു ചോദിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ അത് ഓടിച്ചു ചോദിക്കണം. അപ്പൊ മനസ്സിലാവും എന്താണ് ഇത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അത് സിമ്പിൾ ആണോ, അത് മീഡിയം ആണോ, അപ്പൊ മനസ്സിലാവും കേട്ടോ. അതനുസരിച്ച് അത് അവിടെ പ്രവർത്തിക്കും കേട്ടോ. അത് അറിഞ്ഞ് വേണം അങ്ങോട്ട് ഉത്തരം എഴുതാൻ പറ്റും. അല്ലാതെ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കരുത്. പേജ് സർവറാമർശമൊക്കെ അതിന് മനസ്സിലാവും. അത് എക്സാം ടഫ് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും, അത് ചെറിയ മീഡിയം ആണോ, ഞാൻ എത്ര മാർക്കിന് എഴുതണം, എത്ര എഴുതിക്കൂടാ, എല്ലാം കാണാൻ പറ്റും കേട്ടോ. കേൾക്കുന്നുണ്ടോ? യെസ്. ഇത് കൺട്രോളിംഗ് എന്താ? കൺട്രോളിംഗ് കഴിഞ്ഞ അടുത്ത് ഏതാ? റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് അല്ലേ? കൺട്രോളിംഗ് കഴിഞ്ഞ അടുത്ത് എന്താ? റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് അല്ലേ? അല്ലേ? നമ്മൾ എന്താണോ ചെയ്തല്ലേ? എന്താ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റെക്കോർഡ് പഠിക്കണമല്ലോ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നതാണോ? നമ്മൾ എന്താണോ ഇത് വർക്ക് ചെയ്യുന്നത് അതിനെ ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നല്ലേ റെക്കോർഡിംഗ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അവിടെ അതിനെ ഇത് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡിംഗ്. ഇനി റിപ്പോർട്ടിംഗ് എന്താ? അറിയാം, നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഈ പറഞ്ഞ ഞാൻ കോളേജിലൊക്കെ എഴുതി ഒട്ടിക്കാറില്ലേ? എന്താണ് ഈ പറഞ്ഞ ഒരു കാര്യം എന്താണ് അവർ ഒബ്സർവേഷന് വേണ്ടി വെക്കാറില്ലേ? അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർ തിരുത്താൻ വേണ്ടി ചെയ്യാറില്ലേ? ശരിയല്ലേ? ഈ പറഞ്ഞ എന്താണ് ഈ കോളേജിലൊക്കെ എന്താണ് ഒരു കാര്യം അവർ തെറ്റുണ്ടെങ്കിൽ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്തേ. ഇന്ന ഫയൽ വെക്കാത്ത ആൾക്കാർ ഇന്ന കേസ് സ്റ്റഡി വെക്കാത്ത ആൾക്കാരുടെ പേര് ഇത്ര മാർക്ക് കുറഞ്ഞു അല്ലേ? ശരിയല്ലേ? അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർക്ക് തിരുത്താണ് എന്ത് ചെയ്യാം ഈ പറഞ്ഞ റിപ്പോർട്ടിങ് കൊടുത്തൂടെ? അവർ അതിൽ ഒബ്സർവ് ചെയ്യല്ലേ, അതിനെ നോക്കാറില്ലേ? അതുകൊണ്ടല്ലോ അതൊക്കെ. യെസ്. സോ ദ നെക്സ്റ്റ് ഹെഡിങ് അടുത്ത 8ാമത്തേതാ? ദ ബഡ്ജറ്റ്. ഇതല്ലേ വളരെ ബഡ്ജറ്റ് എവിടെ എന്റെ അടുത്ത്? ബഡ്ജറ്റിന്റെ നോട്ട് സെപ്പറേറ്റ് ഉണ്ടോ സാർ? ബഡ്ജറ്റ് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ടോ? ഇതല്ലേ ബഡ്ജറ്റ് പഠിക്കണ്ടേ? 8ാമത് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്താ? എപ്പോഴും ഫൈനാൻഷ്യൽ റിസോഴ്സസ് കൺട്രോളിങ് സംഭവമാണ്. എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ റിസോഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണോ ബഡ്ജറ്റ്? ശരിയല്ലേ? ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. ഫൈനാൻഷ്യൽ റിസോഴ്സസ് എല്ലാം പ്ലാൻ ചെയ്യാനും പ്ലാൻ ചെയ്യാനും അതിന് കൺട്രോൾ ചെയ്യാനും കറക്റ്റ് ആയിട്ട് അക്കോർഡിംഗ് ആയിട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് അല്ലേ? ശരിയല്ലേ? അല്ലേ? നമുക്ക് ആവശ്യമുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസും അത് എത്ര വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ അതിന് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിംഗ് യൂസ് ചെയ്യുന്നത് അല്ലേ? സോ എന്ത് വിളിക്കാം? ബഡ്ജറ്റിനെ എങ്ങനെ വിളിക്കാം നമുക്ക്? ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നതിനായി നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞല്ലേ? ശരിയല്ലേ? ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താ? അതാ ചോദ്യം. ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ബഡ്ജറ്റിംഗ്. ക്ലിയർ? ഒറ്റ ഉത്തരം ഇപ്പൊ പഠിക്കണേ. ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ബഡ്ജറ്റിംഗ്. അവിടെ ഒരു ചോദ്യമുണ്ട്, അവരുടെ എക്സാം ചോദ്യമുണ്ട്, ദ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ്.
അവിടെ ഒരു എക്സാം ചോദ്യമുണ്ട്, ദ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ്. എത്ര ടൈപ്സ് ഉണ്ട്? ഒരു ചോദ്യം വരും കേട്ടോ ഇവിടെ. ഒരു ചോദ്യം വരും, ദ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ്. ഒരു ചോദ്യം ഫസ്റ്റ് ഏതാ? ഇസ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ഫസ്റ്റ് ടൈപ്പ് ആണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്താ ഫസ്റ്റ് ടൈപ്പ് പഠിക്കാം? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, അത് ഫസ്റ്റ് ടൈപ്പ് ആണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. എന്താ കേട്ടോ? ശരിയാണ്, സിമ്പിൾ കാര്യ. നമ്മുടെ ഇത് ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയേ, നമ്മുടെ ഇത് ഡെയിലി ആക്ടിവിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിനെ പറയുന്ന പേരെന്താ? നമ്മുടെ ഇത് ഡെയിലി ആക്ടിവിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിനെ പറയുന്ന പേരെന്താ? നമ്മുടെ ഇത് ഡെയിലി ഉപയോഗമില്ലേ? നമ്മുടെ ഇത് ഡെയിലി ഉപയോഗത്തിന് ആവശ്യമുള്ള ബഡ്ജറ്റ് പറയുന്ന പേരെന്താ? ഓപ്പറേഷൻ ബഡ്ജറ്റ് അല്ലേ? ഓപ്പറേഷൻ ബഡ്ജറ്റ്, ഓപ്പറേറ്റിംഗ് അല്ലേ? ഈ പറഞ്ഞ ഞാൻ പേഷ്യന്റ് കെയറിനും അത് കോസ്റ്റ് ഓഫ് സപ്ലൈക്ക് വിസിയറില്ലേ? എല്ലാ ദിവസവും വിസിയറുടെ എല്ലാ ദിവസം പറഞ്ഞ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എഴുതാറില്ല ബില്ല്. ഈ ദിവസം ഇത്ര സാധനം എടുത്തു, ഇത്ര യൂസ് ചെയ്തു, എഴുതാറില്ലേ? ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എഴുതാറില്ലേ? എഴുതി വെക്കാറില്ലേ? എഴുതാറില്ലേ? ഉണ്ടല്ലോ. അപ്പൊ എന്താ അവിടെ പേഷ്യന്റ് ആവശ്യമായ ഇത് ഡെയിലി ആക്ടിവിറ്റീസിന് ആവശ്യമായ എന്താണ് ഇതിന്റെ ബഡ്ജറ്റ് വിളിക്കാം? ഓപ്പറേറ്റിംഗ് അല്ലേ? അതാ ദിവസത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് ഏതാ? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് വിളിക്കാം. സെക്കൻഡ് ഏതാ? ക്യാപിറ്റൽ ബഡ്ജറ്റ്. എന്താ സെക്കൻഡ് കാര്യമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്? എന്താ എല്ലാം ചോദ്യം ഇവിടെ. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്താ? ഒരു മാർക്ക് ഇട്ട് കളയരുത്. ഞാൻ 5 മാർക്ക് പറഞ്ഞു, അതിൽ 1 മാർക്ക് ഇവിടെ കേട്ടോ. 5 മാർക്ക് പറഞ്ഞു, അതിൽ 1 മാർക്ക് ഇവിടെ. 5 മാർക്ക് പറഞ്ഞു, 1 മാർക്ക് ഇവിടെ. ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമായതോ, അല്ലെങ്കിൽ ഒരു സാധനം, ഒരു വലിയൊരു എക്യുപ്മെന്റ് വാങ്ങാനോ യൂസ് ചെയ്താണോ? അനാവശ്യമല്ലേ? അല്ലേ? ഫോർ എക്സാമ്പിൾ പുതിയൊരു ഒരു കോളേജ് തുടങ്ങണം, ഒരു എന്താണ് ഒരു നഴ്സിംഗ് കോളേജ് വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ബഡ്ജറ്റ് ഏതാ? പുതിയൊരു നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ അനാവശ്യമായി ഇത് ബഡ്ജറ്റ് ഏതാ? ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ അല്ലേ? യെസ്. അടുത്ത, സോ ദ നെക്സ്റ്റ് ടൈപ്പ് ഏതാ? സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. അടുത്ത ടൈപ്പ് ഏതാ? സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. എന്താ? സോ ദ നെക്സ്റ്റ് ടൈപ്പ് ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. എന്താ? നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോഴേ, ഇപ്പോ ഈ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ അടുത്ത വർഷം അവിടെ എന്തൊക്കെ വേണമെന്ന് ഈ വർഷം തീരുമാനിക്കില്ലേ? അടുത്ത വർഷം അവിടെ എന്തൊക്കെ സാധനങ്ങൾ വേണം, അവിടെ എന്തൊക്കെ വാങ്ങിച്ചു വെക്കണം എന്നത് തീരുമാനിക്കില്ലേ? അല്ലേ? ശരി, തീരുമാനിക്കില്ലേ? ഇവിടെ ഓരോ ഡിവിഷനിലും ആവശ്യമായ അടുത്ത വർഷത്തേക്കുള്ള കാര്യം എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ എന്ത് ചെയ്യും? ഇത് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ? ഇത് നമ്മൾ വേറൊരു കാര്യം പറയാറുണ്ട്, ദ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് പറയാറുണ്ടോ? ഓരോ ഡിവിഷനിലും അടുത്ത വർഷങ്ങളുടെ ഇത് ബഡ്ജറ്റ് ഇപ്പോൾ തന്നെ തയ്യാറാക്കിയല്ലേ? വക്കില്ലേ? ശരിയല്ലേ? അതല്ലേ സീറോ ബേസ്ഡ് ബഡ്ജറ്റ്? സിമ്പിൾ കാര്യ. അടുത്ത വർഷത്തേക്കുള്ള കാര്യം നമ്മൾ ഇപ്പോഴേ തയ്യാറാക്കി. അടുത്ത വർഷങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വാങ്ങണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്ത് എന്താണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കാം. സോ ക്ലിയർ ആയോ? ഇൻ ദ ബഡ്ജറ്റും ദ ടൈപ്സും ക്ലിയർ ആയല്ലോ? ബഡ്ജറ്റും ആൻഡ് ദ ടൈപ്സ് ക്ലിയർ ആയല്ലോ? വീണ്ടും അടുത്ത ചോദ്യം സ്ഥലത്ത് പോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ സ്ഥലത്തോട്ട് പോവുക കേട്ടോ. വീണ്ടും ഇത് ബഡ്ജറ്റ് കഴിഞ്ഞു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ഇത് മെറ്റീരിയൽ മാനേജ്മെന്റ്. അടുത്ത ചോദ്യം സ്ഥലമാണ് ദ മെറ്റീരിയൽ മാനേജ്മെന്റ്. നോക്കാം, സ്റ്റാർട്ട് ചെയ്യണം. വെള്ളം കുടിക്കണോ? ഇപ്പൊ തീരെ വെള്ളം കുടിക്കണോ? 1 മിനിറ്റ് ബ്രേക്ക്. ഒരു മിനിറ്റ് കുടിച്ചിട്ടാ. 1 മിനിറ്റ് ഒന്ന് ക്യാമറ ഓഫ് ഉണ്ടാ വെച്ചിട്ട് പോട്ടെ. 1 മിനിറ്റ്.
സ്റ്റാർട്ട് ചെയ്യാം. സോ ദ മെറ്റീരിയൽ എന്താ? എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ്? എന്താണ് മെറ്റീരിയൽ എന്താ? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കും? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലുള്ള സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന മാനേജ്മെന്റ് ആണത്. ഇപ്പോ ഓരോ സപ്ലൈസിനെയും അത് കൺട്രോൾ ചെയ്ത മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്. സിമ്പിളാ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി. സപ്ലൈസിനെ, അവിടെ ഹോസ്പിറ്റലിൽ ആവശ്യമായ സപ്ലൈസിനെ കൺട്രോൾ ചെയ്തല്ലേ മെറ്റീരിയൽ മാനേജ്മെന്റ്, അല്ലേ? അല്ലേ? സ്റ്റോറിങ്, ഡിസ്ട്രിബ്യൂഷൻ, കൺട്രോൾ, അതല്ലേ? അവിടെ ഒരു വാക്കുണ്ട്, ഇൻവെന്ററി കൺട്രോൾ ഇട്ടുണ്ടോ എവിടെയെങ്കിലും ഇൻവെന്ററി കൺട്രോൾ, ഇൻവെന്ററി കൺട്രോൾ എവിടെയെങ്കിലും? എന്താ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയാ? എന്താ ഇൻവെന്ററി? ചോദ്യം പറയും, ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയാ എന്താ? മെറ്റീരിയൽസ് എല്ലാം അഡിക്വേറ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്തതിനെ പറയുന്ന പേരാണോ? മെറ്റീരിയൽസ് എല്ലാം അഡിക്വേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ് അല്ലേ ഇൻവെന്ററി കൺട്രോൾ? എല്ലാ മെറ്റീരിയൽസിനെയും അഡിക്വേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത പ്രോസസ് എന്താ? ഇൻവെന്ററി കൺട്രോൾ, അല്ലേ? നാളെ ഇല്ലേ? നാളെ എല്ലാവരും എന്താണ്, നാളെ രാവിലെ തന്നെ എന്താണ് നിങ്ങൾ എന്താണ് ഇത് മൈൻഡ് ഒന്ന് കാമാവാൻ വേണ്ടി നിങ്ങൾ പോകുന്ന ചർച്ച ആയാലും എന്താണ് ഇത് ടെമ്പിൾ ആയാലും പള്ളി ആയാലും ഒന്ന് പോയിട്ട് കേട്ടോ. അരമണിക്കൂറുണ്ട്, വലിയ ദൂരം പോയത്. അടുത്തുള്ള എവിടെയെങ്കിലും എന്താണ് ഒന്ന് പോയി ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. കേട്ടോ? കേൾക്കുന്നുണ്ടോ? അടുത്ത് ദൂരോട്ട് പോകല്ലേ. ചർച്ച ആയാലും ടെമ്പിൾ ആയാലും മോസ്ക് ആയാലും എന്താണ് അടുത്തുള്ളടത്ത് പോയി ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വന്നിരുന്ന് വീണ്ടും എല്ലാം വായിക്കും കേട്ടോ. ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കിയിട്ട് വീണ്ടും വായിക്കും. അല്ല രാവിലെ ഇരിക്കരുത് കേട്ടോ. കേട്ടോ? 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 യെസ്. നോക്കാം, ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്തൊക്കെയുണ്ട് ഇൻവെന്ററി കൺട്രോളിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കണം കേട്ടോ. ഇൻവെന്ററി കൺട്രോളിന്റെ ക്ലാസിഫിക്കേഷൻ എക്സാം ചോദിക്കാറുണ്ട്. പറയുന്നത് നാളെ തലയില്ലേ തേങ്ങ എണ്ണയില്ലേ, നല്ല കോക്കനട്ട് എണ്ണ വെച്ച് കുളിക്കുക കേട്ടോ. തണുക്കട്ടെ തല. നാളെ ഒന്ന് ഫ്രഷ് ആണ്. തലയിൽ കുറച്ച് എണ്ണ കൂടുതൽ വെച്ചോ കേട്ടോ. കുറച്ച് എണ്ണ കൂടുതൽ വെച്ച് കേട്ടോ. തല ഒന്ന് തണുക്കട്ടെ, നല്ല തല കറങ്ങി ചൂടാവും. സോ ഇൻവെന്ററി കൺട്രോളിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാ ചോദ്യം വരും. ഫസ്റ്റ് ഏതാ? ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ABC കണ്ടിട്ടുണ്ടെങ്കിലും ABC അനാലിസിസ് പ്രീവിയസ് ചോദ്യം ഇത്. ഇൻവെന്ററി കൺട്രോളിന്റെ ഫസ്റ്റ് ടൈപ്പ് ഏതാ? ABC അനാലിസിസ്. ആൾവേസ് ദ ബെറ്റർ കൺട്രോൾ ഏത്? ABC ആൾവേസ് ബെറ്റർ കൺട്രോൾ പറയാറില്ലേ? അല്ലേ? എന്ത് സംഭവം ഇവിടെ ഇതിന് മറ്റൊരു പേരുണ്ട്, ആൽഫബറ്റിക്കൽ കൺട്രോൾ എന്ന് പറയാം കേട്ടോ. ആൽഫബറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയാം കേട്ടോ. ആൽഫബറ്റിക്കൽ അപ്രോച്ച് എന്നും പറയാറുണ്ട്. സോ നോക്കാം. ഫസ്റ്റ് വരുന്ന അതിനകത്ത് ഐറ്റം എ എന്ന് പറയാം. എന്താ ABC-ക്കകത്ത് ഫസ്റ്റ് എ എന്താ? ABC-ക്കകത്ത് ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പറഞ്ഞ നമുക്ക് കിട്ടുള്ള സാധനങ്ങളില്ലേ, നമുക്ക് ഇവിടെ സ്റ്റോക്കിന് ചെയ്യുമ്പോൾ, മെറ്റീരിയൽ മാനേജ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങൾ അതിന് എന്താണ് ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഐറ്റം എ എന്നും ബി എന്നും സി എന്നും തിരിച്ചിട്ടുണ്ട്. ആ ഐറ്റം എ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് ആണോ? ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് ആണോ? ആണോ ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ്? അപ്പൊ ഇത് ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് അല്ലേ എപ്പോഴും നമ്മൾ വളരെ കുറച്ച് നമ്മൾ വാങ്ങിക്കാറുള്ളൂ, അല്ലേ? ഇത് ഹൈ കോസ്റ്റ് മെറ്റീരിയൽ അപ്പൊ എപ്പോഴും വളരെ കുറച്ച് മാത്രമേ വാങ്ങിക്കാറുള്ളൂ, അല്ലേ? അത് ഹൈ കോസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ എപ്പോഴും വളരെ കുറച്ച്, ലോ ക്വാണ്ടിറ്റി മാത്രം പോരെ. ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് എപ്പോഴും വളരെ ലോ ക്വാണ്ടിറ്റിയിൽ മാത്രം സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. ഏറ്റവും പ്രൈസ് കൂടിയ മെറ്റീരിയൽസിന് എപ്പോഴും വളരെ കുറച്ച് മാത്രമേ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാറുള്ളൂ. ഏറ്റവും പ്രൈസ് കൂടിയ മെറ്റീരിയൽസ് എപ്പോഴും വളരെ കുറച്ച് മാത്രം സ്റ്റോർ ചെയ്യാവൂ. ലൈക്ക് വെന്റിലേറ്റർ, അല്ലേ? ടൈപ്പ് ബി എന്താ? ടൈപ്പ് ബി എന്താ? നമ്മൾ കുറച്ച് മോഡറേറ്റ് സ്റ്റോക്ക് വെക്കാറില്ലേ? ഇത് നമ്മൾ സാധനം കുറച്ച് മോഡറേറ്റ് സ്റ്റോക്ക് വന്ന് വെക്കാറില്ലേ, അല്ലേ? ശരിയല്ലേ? നമുക്ക് കുറച്ച് മോഡറേറ്റ് സ്റ്റോർ വെക്കുന്നില്ല ടൈപ്പ് ബി, അല്ലേ? യെസ്.
ആൻഡ് ടൈപ്പ് സി എന്താ? ആൻഡ് ടൈപ്പ് സി എന്താ? അത് ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ആണോ? ടൈപ്പ് സിക്കകത്ത് വരുന്ന ഏതാ? ലോ കോസ്റ്റ് മെറ്റീരിയൽസ് അല്ലേ? 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 ലോ കോസ്റ്റ് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമല്ലേ എന്ത്? ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എപ്പോഴും യൂസ് ചെയ്യുന്ന നിങ്ങൾക്കില്ലേ? അല്ലെ? നമുക്ക് ഒരു ദിവസം ഇഷ്ടംപോലെ ഇപ്പൊ വളരെ അധികമായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം സിറിഞ്ച്, നീഡിൽസ് അല്ലേ? ശരിയല്ലേ? അത് വളരെ അധികം വാങ്ങിച്ചു സൂക്ഷിക്കണം. ഇത് ലോ കോസ്റ്റ് മെറ്റീരിയൽസ് എപ്പോഴും വളരെ അധികം വാങ്ങിച്ചു വെക്കാറുണ്ട്. സോ ഈ സ്റ്റോക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ സ്റ്റോക്ക് എപ്പോഴും അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിക്കുന്നത്? നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നില്ലേ? സ്റ്റോക്ക് ചെയ്യുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തില്? ഇത് കൺസപ്ഷൻ വാല്യൂ അനുസരിച്ചല്ലേ? ഇത് കൺസപ്ഷൻ വാല്യൂ അനുസരിച്ച് നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് കൺസപ്ഷൻ വാല്യൂ അനുസരിച്ച് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങൾ. ശരിയല്ലേ? അല്ലേ? ശരിയല്ല? നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഏതാ? ഏറ്റവും കൂടുതൽ ആവശ്യം ഇല്ലാത്ത നോക്കിയിട്ടില്ലേ? നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഗൗസ്, സിറിഞ്ചസ് എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്യാറില്ലേ? ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്യാറില്ലേ? യെസ്, ക്ലിയർ ആയോ? ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് കാര്യം കിട്ടിയോ? കിട്ടിയോ? ABC കിട്ടിയല്ലോ. ABC കിട്ടിയല്ലോ. സെക്കൻഡ് ഏതാ? VED അനാലിസിസ്. എന്താ അടിക്കുന്നത്? എന്തായിരിക്കും ഇത്? VED എന്താ? എന്തായിരിക്കും VED? എന്തായിരിക്കും ഇത്? ഇതെന്തിന്റെ ബേസിലാ? ഇത് എന്തിന്റെ ബേസിലാ? VED എന്തിന്റെ ബേസിലാ? എന്താ ഇത്? വി എന്താ? വി എന്താ? വി എന്താ? ഇത് വൈറ്റിൽ അല്ലേ? ഇത് വി എന്താ? വൈറ്റിൽ അല്ലേ? വൈറ്റിൽ എന്തായിരിക്കും സംഭവം? വൈറ്റിൽ സിമ്പിൾ കാര്യമാണ്. നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ ഒരു സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ, ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യും? അപ്പൊ സ്റ്റോർ എങ്ങനെയാണോ? VED അനാലിസിസ് വെച്ചിട്ട് വി എന്ന് പറയുമ്പോൾ വൈറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഷോർട്ടേജ് വന്നാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു സംഭവം അല്ലേ? അല്ലെ? അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ഹൈ സ്റ്റോക്ക് മെയിൻ ചെയ്യാറില്ലേ? അതുകൊണ്ട് തന്നെ വളരെ ഹൈ സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? അല്ലേ? വൈറ്റിൽ എന്ന് പറയുമ്പോൾ വി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ ഹൈ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാറില്ലേ? അല്ലെ? ഒരു സാധനം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ അത്യാവശ്യ സാധനങ്ങളില്ലേ വളരെ ഏറ്റവും അത്യാവശ്യ സ്റ്റോക്ക് ചെയ്യാറില്ലേ? ഇല്ലേടെ? വൈറ്റൽസ് ഹൈ സ്റ്റോക്ക് എപ്പോഴും ഹൈ സ്റ്റോക്ക് മെറ്റീരിയൽസ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അത് ഹൈ സ്റ്റോക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എപ്പോഴും ഹോസ്പിറ്റൽ അറിയാം കീപ്പ് ചെയ്യാറുണ്ട്. ഒന്ന് വി ആയി. ആൻഡ് ഇ എന്താ? ഇ എന്താ? എസെൻഷ്യൽ എന്താ? എസെൻഷ്യൽ എന്താ? ഷോർട്ടേജ് വന്നാലും വളരെ കുറച്ച് സമയം മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? ഷോർട്ടേജ് വന്നാലും വളരെ കുറച്ച് സമയം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലേ? എസെൻഷ്യൽ. ഷോർട്ടേജ് വന്നാലും വളരെ കുറച്ച് സമയം മാത്രം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? എസെൻഷ്യൽ. ഷോർട്ടേജ് വന്നാലും വളരെ കുറച്ച് സമയം മാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? എസെൻഷ്യൽ എന്ന് പറയുന്നത്. യെസ് ഓർ നോ? ആണ് അല്ലേ? ഷോർട്ടേജ് വന്നാലും വളരെ കുറച്ച് സമയം മാത്രം നമുക്ക് മാനേജ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞതെങ്കിലും പറഞ്ഞു. എക്സാമ്പിൾ ഏതാ? എക്സാം പറഞ്ഞു. പറഞ്ഞേ. ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. വെറുതെ വെച്ചതേ ഉള്ളൂ. പറഞ്ഞ ഷോർട്ടേജ് വന്നാലും വളരെ കുറച്ച് സമയം മാനേജ് ചെയ്യാൻ പറ്റും. എന്താ? ഷോർട്ടേജ് വന്നാലും വളരെ കുറച്ച് സമയം മാനേജ് ചെയ്യപ്പെടാൻ എന്ത് പറ്റും? യെസ്. ആൻഡ് ഡി എന്താ? അപ്പോ ആൻഡ് ഡി എന്താ? ആൻഡ് ഡി എന്താ? ഇത് ഡിസൈറബിൾ ആണോ? എന്തായിരിക്കും ഇത്? ഡി എന്താ? ഇത് ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? അത് ഷോർട്ടേജ് വന്നാലും അവിടെ വലിയ എഫക്ട് ചെയ്യാത്തതാണോ? ഷോർട്ടേജ് വന്നാലും വലിയ എഫക്ട് ചെയ്യാത്തതാണോ? ഷോർട്ടേജ് വന്നാലും അഫക്ട് ചെയ്യാത്തതാണോ? ഷോർട്ടേജ് വന്നാലും അഫക്ട് ചെയ്യാത്തതല്ലേ ഇത് ഡിസൈറബിൾ എന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. സോ ദ ബി ആണെങ്കിൽ വൈറ്റൽ, ഇ ആണെങ്കിൽ എസെൻഷ്യൽ, ആൻഡ് ഡി ആണെങ്കിൽ എന്താ? ദ ഡിസൈറബിൾ. എന്തായിരിക്കും? ക്ലിയർ? കിട്ടിയോ? കിട്ടി. കഴിയും. യെസ്. അടുത്ത ടൈപ്പ് ഏതാ? സോ ദ നെക്സ്റ്റ് ടൈപ്പ് ഏതാ? നെക്സ്റ്റ് ടൈപ്പ് ഏതാ?
ഒരു ചോദ്യം കൂടെ ഉണ്ട്, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ இந்த വീഡിയില്ലേ, ഈ പറഞ്ഞ ഞാൻ இந்த വീഡിയോ അത് എന്ത് ബേസിസിലാണ് നമ്മൾ ചെയ്ത ചോദ്യം കേട്ടോ, എക്സാം ചോദ്യം കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇത് വീഡിയോ എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ബേസിലാണ് ചെയ്തത്? അതൊരു ചോദ്യം വരുന്നത്, ഏതൊരു എക്സാം കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്ന് പറയുന്നത് അത് എന്തിന്റെ ബേസിലാണ് ചെയ്യുന്നത്? അത്യാവശ്യം അനുസരിച്ചല്ലേ? അത് റിക്വയർമെന്റും അത് ക്രിട്ടിക്കാലിറ്റി അല്ലേ? അത്യാവശ്യം അനുസരിച്ചല്ലേ? അത്യാവശ്യം അനുസരിച്ച് നമ്മൾ വീഡിയോ മെയിൻ ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? യെസ്. അടുത്തൊരെണ്ണമുണ്ട്. എഫ് എസ് എൻ എന്താ? എഫ് എസ് എൻ, എഫ് എന്താ? എസ് എന്താ? എൻ എന്താ? എഫ് എന്താ? ഫാസ്റ്റ് മൂവിങ്. ഫാസ്റ്റ് മൂവിങ് അല്ലേ? എപ്പോഴും പറയുന്നത് ഹൈ ആയിട്ട് സേഫ്റ്റി സ്റ്റോക്ക് വെക്കാറില്ലേ? എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഹൈ സ്റ്റോക്ക് വെക്കാറില്ലേ? ഫോർ എക്സാമ്പിൾ ഇത് പാരാസിറ്റമോൾ വെക്കാറില്ലേ? പാരാസിറ്റമോൾ ഇഞ്ചക്ഷൻ വെക്കാറില്ലേ? ഇഞ്ചക്ഷൻ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ, ഒന്നും ഇല്ലായിരിക്കുമല്ലോ. അത് ഫാസ്റ്റ് മൂവിങ് എപ്പോഴും ഹോസ്പിറ്റലിൽ എപ്പോഴും ഫാസ്റ്റ് മൂവിങ് അതല്ലേ? ഫാസ്റ്റ് മൂവിങ് അല്ലേ? അല്ലേ? സ്റ്റോക്ക് എപ്പോഴും കാണില്ല, അത് ഒരിക്കലും ഇല്ലാതെ പോലല്ലോ. ഫാസ്റ്റ് മൂവിങ് എന്താ? എഫ് ആണ്. ആ എസ് എന്താ? സ്ലോ മൂവിങ് അല്ലേ? സ്ലോ മൂവിങ്. ആ സ്റ്റോക്ക് വളരെ കുറച്ച് മോഡറേറ്റ് സ്റ്റോക്ക് മതിയല്ലോ, അവിടെ കുറച്ച് വളരെ മോഡറേറ്റ് സ്റ്റോക്ക് മാത്രം മതി അല്ലേ? സോ എസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ലോ മാത്രം മതി, എന്ന് കുറച്ച് മോഡറേറ്റ് സ്റ്റോക്ക് മാത്രം എസ് മതി. അതിന് എന്നെന്താ? ഇത് നോൺ മൂവിങ് അല്ലേ? എന്നെന്താ? ഇത് നോൺ മൂവിങ് സ്റ്റോക്ക് അല്ലേ? അപ്പൊ എന്താണ്? സ്റ്റോക്ക് വളരെ കുറച്ച് മാത്രം സൂക്ഷിച്ചാൽ മതി അല്ലേ? ഇത് നോൺ മൂവിങ് ആണെങ്കിൽ സ്റ്റോക്ക് വളരെ കുറച്ച് മാത്രം സൂക്ഷിച്ചാൽ മതി. ഇത് എന്തിന്റെ ബേസിൽ ചെയ്യും നമ്മൾ? ഇത് എന്തിന്റെ ബേസിലാണ് എഫ് എസ് എൻ ചെയ്യുന്നത്? യൂട്ടിലൈസേഷൻ അനുസരിച്ചല്ലേ? ഉപയോഗത്തിന്റെ അടിസ്ഥാനല്ലേ? യൂട്ടിലൈസേഷന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? എഫ് എസ് എൻ എന്ന് പറയുമ്പോൾ യൂട്ടിലൈസേഷന്റെ ബേസിലാണ്, ഉപയോഗത്തിനനുസരിച്ചാണ് എഫ് എസ് എൻ ചെയ്യുന്നല്ലേ? എഫ് എന്താ? ഫാസ്റ്റ് മൂവിങ് ആണെങ്കിൽ എപ്പോഴും സേഫ്റ്റി സ്റ്റോക്ക് വച്ചിരിക്കണം. എസ് എന്താ? ഇത് ലോ മൂവിങ് ആണെങ്കിൽ കുറച്ച് മോഡറേറ്റ് സ്റ്റോക്ക് മതി. എന്നെന്താ? ലോ സ്റ്റോക്ക് അല്ലെ? എന്താ? നോൺ മൂവിങ് ആയതുകൊണ്ട് തന്നെ ലോ സ്റ്റോക്ക് കീപ്പ് ചെയ്താൽ മതി. ബേസ്ഡ് ഓൺ ദി യൂട്ടിലൈസേഷൻ അനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനും വരുന്നത്. ക്ലിയർ? പിന്നെ അവസാന ടൈപ്പ് ഉണ്ട്, ഇത് HML. അനാലിസിസ് എന്താ? HML അനാലിസിസ് എന്താ? അടുത്തൊരെണ്ണമാണ് HML. ഇവിടെ സ്റ്റോക്ക് റിപ്പീറ്റ്, ഇവിടെ സ്റ്റോക്ക് റിപ്പീറ്റ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ആണോ? അത് ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റ് അനുസരിച്ചാണ് HML-നകത്ത് സ്റ്റോക്ക് കീപ്പ് അല്ലേ? ഓരോ യൂണിറ്റ് സ്ഥാനത്തിന്റെയും കോസ്റ്റ് അനുസരിച്ചാണ് ഇവിടെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? ഉള്ള സാധനങ്ങളുടെ ഓരോ യൂണിറ്റ് പറഞ്ഞ സാധനങ്ങളുടെയും കോസ്റ്റ് അനുസരിച്ചാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്. HML അനാലിസിനകത്ത് എന്താ? HML അനാലിസിസ് എന്താ? ഹൈ കോസ്റ്റ് അല്ലേ? എന്താ? ഹൈ കോസ്റ്റ് ആണ്. എം എന്താ? മോഡറേറ്റ് കോസ്റ്റ് ആണ്. എൽ എന്താ? ലോ കോസ്റ്റ് ആണ്. അപ്പം എന്താണ്? അവിടെ സാധനത്തിന്റെ ഓരോ യൂണിറ്റ് സാധനത്തിന്റെ എന്താണ് കോസ്റ്റ് അനുസരിച്ചാണ് ഇത് HML അനാലിസിസ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദ മാനേജിംഗ് ഫുള്ള് മനസ്സിലാവും. ഇത് അതുപോലെ അങ്ങ് പഠിച്ചു കേട്ടോ. ഇത് അതുപോലെ അങ്ങ് പഠിച്ചോളണം. ഓക്കെ കേട്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്. സോ നമുക്ക് ഞാൻ